call DNA as a blueprint of life. Then coming to its structure, nucleotides are the building blocks of DNA. And nucleotides are made up of mainly 3 compounds: a phosphate group, 5 carbon sugar, and a nitrogenous base. This is the exact structure of double helix. The 2 polynucleotide strands wound each other by a weak thermodynamic forces, and the backbone means നമ്മളിതൊരു ലാഡർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ 2 സൈഡ്, അതായത് ഈ ഓരോ ബാക്ക്ബോണിലും സ്ട്രക്ചർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ആയിരിക്കും. അതായത് ഷുഗറും ഫോസ്ഫേറ്റും ആയിരിക്കും ഇതിന്റെ ബാക്ക്ബോൺ എന്ന് പറയുന്നത്. അതായത് ഈ ഹെലിക്കൽ സ്ട്രക്ചറിനെ നമ്മളൊരു ലാഡർ ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ സൈഡ്, അതായത് 2 സൈഡ്സ് എന്ന് പറയുന്നത് ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂള്, ഷുഗർ മോളിക്യൂള് ഓൾട്ടർനേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സെൻട്രൽ ഡ്രഗ്സ് എന്ന് പറയുന്നത് നൈട്രജൻ ബേസസ് ആയിരിക്കും. ഈ നൈട്രജൻ ബേസസ് തമ്മിൽ യുണൈറ്റ് ചെയ്യുന്നത് ഒരു ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ട്. അതായത് 4 ബേസസ് ആണ് മെയിൻലി ഉള്ളത്: അഡെനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. അതായത് 3 കമ്പോണൻസ് ആണ് ന്യൂക്ലിയോടൈഡ്സിനുള്ളത്: ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഒരു ഷുഗർ, ദെൻ നൈട്രജനസ് ബേസസ്. ഈ നൈട്രജനസ് ബേസസ് 4 ടൈപ്പ് ഉണ്ട്: അഡെനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ ആൻഡ് തൈമിൻ. അപ്പോൾ ഈ ലാഡറിന്റെ സെൻട്രൽ ഡ്രഗ്സിലാണ് നമ്മൾക്ക് ഈ നൈട്രജൻ ബേസസ് കാണാൻ സാധിക്കുന്നത്. അതായത് സൈറ്റോസിൻ, ഗ്വാനിൻ, അതുപോലെ തന്നെ അഡെനിൻ, തൈമിൻ. എപ്പോഴും അഡെനിൻ പെയർ ചെയ്യുക എന്ന് പറയുന്നത് തൈമിനുമായിട്ടും, ഗ്വാനിൻ പെയർ ചെയ്യുക സൈറ്റോസിനും ആയിരിക്കും. ഇത് കോംപ്ലിമെന്ററി ആയിരിക്കും. ഇതിന്റെ സൈഡ് വോൾസ് ആണ്, അല്ലെങ്കിൽ DNA ബാക്ക് ബോൺ ആണ് ഷുഗർ ഫോസ്ഫേറ്റ് മോളിക്യൂള്. നമുക്ക് ഇത് നോക്കുകയാണെങ്കിൽ കാണാം, ഒരു ഷുഗർ മോളിക്യൂള്, നമ്മളിപ്പോൾ ഒരു റൈബോസ് ഷുഗർ എടുക്കുകയാണെങ്കിൽ ആ ഷുഗറിന്റെ നമ്പറിംഗ് നോക്കാം: 1, 2, 3, 4, then 5. അതായത് 5th കാർബൺ ആറ്റം ഒരു ഫോസ്ഫേറ്റ് മോളിക്യൂളുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് 3rd കാർബൺ ആറ്റം നെക്സ്റ്റ് ഫോസ്ഫേറ്റ് മോളിക്യൂളുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ഇങ്ങനെ ഓൾട്ടർനേറ്റ് ചെയ്തിട്ടായിരിക്കും ഒരു ഫോസ്ഫോ ഡയസ്റ്റർ ബോണ്ട് വഴിയാണ് ഈ ഷുഗർ ആൻഡ് ഫോസ്ഫേറ്റ് മോളിക്യൂള് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സെൻട്രൽ നമ്മളുടെ നൈട്രജനസ് ബേസ് കണക്ട് ചെയ്തിരിക്കുന്നത് എപ്പോഴും ഹൈഡ്രജൻ ബോണ്ട് വെച്ചിട്ടായിരിക്കും. അപ്പം ഇതാണ് ഇതിന്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഇത് നമ്മളുടെ DNA എന്ന് പറയുന്നത് ആന്റി പാരലൽ ആയിരിക്കും. അതായത് ഒരു പോളിന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ് 5' to 3' ഡയറക്ഷൻ ആയിരിക്കും. അതായത് 5th കാർബൺ ആറ്റവുമായിട്ടാണ് ഈ ഫോസ്ഫേറ്റ് മോളിക്യൂള് ബോണ്ട് ചെയ്തിരിക്കുന്നത്, അല്ലെ? അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സ്റ്റാൻഡിലെ ഷുഗർ മോളിക്യൂൾ ഫേസ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഷുഗർ മോളിക്യൂൾസിന്റെ O ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഡയറക്ട്ലി ഓപ്പോസിറ്റ് ആണ്, അല്ലെ? ജസ്റ്റ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. സ്ട്രക്ചർ തന്നെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. ഓക്കെ, സോ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസും ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ആയിരിക്കും. സെൻട്രൽ കാണുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നതാണ് അഡെനിൻ, ഗ്വാനിൻ, നൈട്രജൻ ബേസുകൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ബോണ്ടഡ് ടു ദ 5' carbon atom of the deoxyribose is covalently bonded to the 3' carbon of the next, that is antiparallel in nature. And purines and pyrimidines നമ്മൾ ഓൾറെഡി അതായത് അഡെനിൻ, ഗ്വാനിൻ 4 നൈട്രജൻ ബേസുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, അല്ലെ? അഡെനിനും ഗ്വാനിനെയാണ് നമ്മൾ പ്യൂരിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പിരമിഡിൻസ് എന്ന് പറഞ്ഞാൽ സൈറ്റോസിനും തൈമിനും ആണ്. ദെൻ സെൻട്രൽ നൈട്രജൻ ബേസുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ട്സ് വെച്ചിട്ടാണ്. കമ്മിങ് ടു ഇറ്റ്സ് ഹിസ്റ്ററി, അതായത് ഫസ്റ്റ് DNA ഐഡന്റിഫൈ ചെയ്തത് സ്വിസ് ഫിസിഷ്യനായ ജോൺ ആൻഡ് ഫെഡറിക് മിഷർ ആണ്. അദ്ദേഹം WBC സെൽസ് ഒബ്സർവ് ചെയ്തപ്പോഴാണ് ഫസ്റ്റ് നമ്മൾ DNA എന്നൊരു കമ്പോണൻസിനെ ഫസ്റ്റ് ഫെഡറിക് മിഷർ ആണ് ഐഡന്റിഫൈ ചെയ്തത്. അത് 1868 അദ്ദേഹം അതിനെ ന്യൂക്ലിൻ എന്ന് വിളിച്ചു. അതായത് WBC സെൽസിൽ ഒബ്സർവ് ചെയ്ത ഒരു കമ്പോണൻസ്, അത് ന്യൂക്ലിയസിൽ നിന്ന് കിട്ടിയത് കൊണ്ട് അദ്ദേഹം അതിനെ ന്യൂക്ലിൻ എന്ന് നെയിം ചെയ്തു. ഇനി ദെൻ 1881 ജർമ്മൻ ബയോകെമിസ്റ്റ് ആൽബ്രറ്റ് കോസൽ ആണ്
ന്യൂക്ലീൻ എന്ന് പറയുന്ന മോളിക്യൂള് ന്യൂക്ലിക് ആസിഡ് ആണെന്ന് നെയിം ചെയ്തത്. എക്സാക്ട്ലി അതായത് ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് നമ്മൾ ആ എക്സാക്ട് നെയിം ന്യൂക്ലിക് ആസിഡ് എന്ന് പറഞ്ഞ് നെയിം ചെയ്തത് ജർമ്മൻ ബയോകെമിസ്റ്റ് ആയ ആൽബ്രറ്റ് ക്രോസൽ ആണ്. അദ്ദേഹം ഈ 5 നൈട്രജൻ ബേസസ് ഐസൊലേറ്റ് ചെയ്തു. ദെൻ എക്സാക്ട് സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടുന്നത് 1951 1951 റൊസാലിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞ ഒരു സയന്റിസ്റ്റ് ആണ് ഫസ്റ്റ് ഡിഫ്രാക്ഷൻ ഫോട്ടോഗ്രാഫ് DNA ഫസ്റ്റ് DNA, അതായത് ഇതാണ് എക്സ്റേ ഡിഫ്രാക്ഷൻ ഫോട്ടോഗ്രാഫ്. ഈ ഒരു ഇമേജ് ഫസ്റ്റ് എടുക്കുന്നത് 1951 റൊസാലിൻ ഫ്രാങ്ക്ലിൻ ആണ്. ഇതിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് 1953 ഫ്രാൻസിസ് ക്രിക്കും ജെയിംസ് ഡി വാട്സണും അവർ ഇൻഡിപെൻഡന്റ് റിസർച്ച് ചെയ്യുന്നു എന്ന് 2 ഒപ്പീനിയൻ ഉണ്ട്. 1953 എന്താണെങ്കിലും കംപ്ലീറ്റ് DNA സ്ട്രക്ചറിനെ കുറിച്ചുള്ളൊരു ഐഡിയ അല്ലെങ്കിൽ ആ സ്ട്രക്ചർ ഒരു ഡബിൾ ഹെലിക്കൽ നേച്ചർ ആണ് എന്ന് പ്രപ്പോസ് ചെയ്ത 2 സയന്റിസ്റ്റുമാരാണ് വാട്സൺ ആൻഡ് ക്രിക്ക്. 1953 1962 അവർക്ക് നൊബേൽ പ്രൈസ് അവാർഡ് ചെയ്തു. നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഞാൻ പിന്നീട് കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യാം. റൊസാലിൻ ഫ്രാങ്ക്ലിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. Then why we need to study DNA? DNA ആണ് കംപ്ലീറ്റ് ഇൻഫോർമേഷൻ സ്റ്റോറേജ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ? നീ എങ്ങനെ ഇതിനെ സ്റ്റഡി ചെയ്യാം? എന്തിനാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്? ബിക്കോസ് അതായത് പ്രോട്ടീൻ ആണ് ഒരു ഓർഗാനിസത്തിന്റെ കൺട്രോളിങ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ? പ്രോട്ടീൻ കൺട്രോൾ ദ ഫങ്ഷനിങ് ഓഫ് ഫീനോടൈപ്പ് ഓഫ് എ പ്ലാന്റ്, അല്ലെങ്കിൽ ഒരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത്, ഒരു സെൽ സൈക്കിൾ നടക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബേസിക് ഏത് ഫംഗ്ഷനെ കൺട്രോൾ ചെയ്യുന്നത് പ്രോട്ടീൻസ് ആയിരിക്കും. പക്ഷെ എക്സാക്ട് കൺട്രോൾ ഈ പ്രോട്ടീനെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രോട്ടീൻ എന്താവണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്ന മോളിക്യൂൾ ആണ് DNA എന്ന് പറയുന്നത്. ഈ DNA-യിൽ നിന്ന് നിങ്ങൾ സെൻട്രൽ ഡോഗ്മ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പം DNA-യിൽ നിന്ന് നമ്മളുടെ എക്സാക്ട് ഇൻഫോർമേഷൻ ഫസ്റ്റ് RNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. ദെൻ RNA ആണ് പ്രോട്ടീൻസ് ആയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ഈ പ്രോട്ടീൻ ആണ് ഓരോ ഇപ്പൊ പ്ലാന്റ്സിന്റെ ആണെങ്കിലും അതിന്റെ ഫംഗ്ഷനിങ്ങിനെയും ഫീനോടൈപ്പിനെയും കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഈ ഓരോ പ്രോട്ടീനെ കോഡ് ചെയ്യുന്ന ഒരു ജീൻ ഉണ്ടാവും. ജീൻ എന്ന് പറയുന്നത് ഈ DNA ഒരു സെഗ്മെന്റ് മാത്രമാണ്, ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രമാണ് ജീൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ജീന് എവിടെയാണ് കാണുന്നത്? DNA-യിൽ. അപ്പം DNA ആണ് എക്സാക്ട് ഒരു പ്രോട്ടീനെ കൺട്രോൾ ചെയ്യുന്നത്. സോ എന്തെങ്കിലും ചേഞ്ചസ്, അതായത് പ്രോട്ടീന്റെ ചേഞ്ചസിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനാണെങ്കിലും ഒരു പ്ലാന്റിന്റെ ഫീനോടൈപ്പിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനാണെങ്കിലും ബേസിക്കലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് DNA ചേഞ്ചസ് ആണ്. സോ അൾട്ടിമേറ്റ്ലി നമുക്ക് സ്റ്റഡി ചെയ്യേണ്ടത് എപ്പോഴും DNA കുറിച്ചിട്ടായിരിക്കും. സോ പ്രൈം ഇമ്പോർട്ടൻസ് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് DNA ആണ്. So identifying and analyzing the changes of DNA, study the gene expression changes and quantification. അതായത് ജീൻ എക്സ്പ്രഷൻ സ്റ്റഡിക്ക് ആണെങ്കിലും അല്ലെങ്കിൽ ക്വാണ്ടിഫിക്കേഷൻ ആണെങ്കിലും അനലൈസിങ് ആണെങ്കിലും എക്സാക്ട് ഇപ്പൊ നമ്മളൊരു പ്രോട്ടീനെ കുറിച്ച് അല്ലെങ്കിൽ RNA ചേഞ്ചസിനെ കുറിച്ച് നമ്മൾ എക്സാക്ട്ലി സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് DNA കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ദെൻ DNA എന്ന് പറയുന്നത് ഒരു ചെറിയ മോളിക്യൂൾ ആണ് അല്ലെ? അപ്പോൾ അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഹ്യൂമൻ ജീനോം ഒരു 3.4 ബില്യൺ ബേസ് പെയർ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ ആ ബേസസിനെ ഒരു ടേപ്പിൽ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ ആ ടേപ്പിനെ, അതായത് അത് സ്ട്രെച്ച് ചെയ്ത് വെക്കുവാണെങ്കിൽ 5366 മൈൽസ് ഉണ്ടാവും. അപ്പോ അല്ലെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും അതായത് അല്ലെങ്കിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾ ഇമാജിൻ ചെയ്യുക ഒരു ബാക്ടീരിയൽ അതായത് ഈക്കോളൈ ബാക്ടീരിയ, അത് 4.6 ബില്യൺ ബേസ് പെയർ ആണ് ഉള്ളത് അല്ലെ? ഈ 4.6 ബില്യൺ ബേസ് പെയർ ഉള്ള നമ്മളുടെ ഈക്കോളയുടെ ഈ ജീനോം നമ്മൾ സ്ട്രെച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഈക്കോളയുടെ സെൽസ് നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവും ഇല്ലേ? ബാക്ടീരിയൽ സെൽസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഈ സെൽസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബേസ് പെയർ 4.6 മില്യൺ ബേസ് പെയർ ആണെന്ന് ഓർക്കുക. ഈ ബാക്ടീരിയൽ സെൽസിന്റെ സൈസ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ബേസ് പെയർ അത് സ്ട്രെച്ച് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ 10,000 ടൈംസ് നമ്മൾ ആ ബാക്ടീരിയനെ ഇങ്ങനെ വെക്കുന്നതിന് ഈക്വലന്റ് ആയിരിക്കും ഒരു അതിന്റെ DNA എന്ന് പറയുന്നത് അത്രയും സൈസ് ഉണ്ടായിരിക്കും. അതായത് 1000 ടൈംസ്
സെൽസ് ആംപ്ലിഫൈ ചെയ്ത് വെച്ചാൽ എങ്ങനെയുണ്ടാവും അതുപോലെ ആയിരിക്കും അതിന്റെ ജീനോം ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. സോ ഒരു DNA കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ മില്യൺ കോപ്പീസ് നമ്മൾക്ക് വേണം. So coming to polymerase chain reaction. ഇപ്പോൾ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ മില്യൺ കോപ്പീസ് ഓഫ് DNA സ്മോൾ ആണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു അനലൈസിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിഫറെന്റ് ടെക്നിക്സ് സ്റ്റഡി ചെയ്യണം എന്നുണ്ടെങ്കിൽ സെവറൽ കോപ്പീസ് വേണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സെവറൽ കോപ്പീസ് കിട്ടാനായിട്ട് രണ്ട് മെത്തേഡ്സ് ആണ് ഉള്ളത്. ഒന്നെങ്കിൽ ജീൻ ക്ലോണിങ്, അതായത് ഏതെങ്കിലും ഒരു ജീന് അല്ലെങ്കിൽ DNA കുറിച്ച് സ്റ്റഡി ചെയ്യണമെങ്കിൽ അതൊരു പുതിയ ഓർഗാനിസത്തിൽ ക്ലോൺ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ടെക്നിക്സ് ആണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ പോളിമറൈസ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം പോളിമറൈസ് ഈസ് ആൻ എൻസൈം. വേർഡ് എൻഡ് ചെയ്യുന്നത് ASയിലാണ്. ASയിൽ എൻഡ് ചെയ്യുന്ന ഏത് വേർഡും ഒരു എൻസൈമിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ പോളിമറൈസ് ഈസ് ആൻ എൻസൈം, ദെൻ ഇറ്റ് ഈസ് എ ചെയിൻ റിയാക്ഷൻ. അതായത് എൻസൈം ബേസ്ഡ് ചെയിൻ റിയാക്ഷൻ ആണ് ഒരു പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ആൻഡ് ഇതൊരു ടെക്നിക്കാണ് വൈഡ്ലി, അതായത് മോളിക്കുലർ ബയോളജിയിൽ മാത്രമല്ല പല ഡിഫറെന്റ് ഫീൽഡ്സിൽ നമ്മൾ DNA കുറിച്ച് സ്റ്റഡി ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഡിസീസ് ഡയഗ്നോസിസിന് വേണ്ടി ഒക്കെ DNA ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെഷീനറി മാത്രമാണ് PCR, അല്ലെ ഒരു ടെക്നിക്ക് മാത്രമാണ് PCR ടെക്നിക്സ്. അപ്പം ഈ PCR ടെക്നിക്സിൽ എന്താണ് നോർമലി സംഭവിക്കുക, അതായത് ജസ്റ്റ് നമുക്ക് ഒരു സെഗ്മെന്റ് ഓഫ് DNA നമുക്ക് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ആംപ്ലിഫൈ ചെയ്യാം. അതായത് നമ്മളുടെ ഡിസൈഡ് DNA അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് DNA ഉണ്ടെന്ന് കരുതുക, അതിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ PCR ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? PCR is a technique used in the lab to make a million copies of a particular section of DNA. It was developed in 1980s, or we can say that PCR is an amplification of a specific DNA sequences in a test tube, or it is an enzymatic in vitro amplification of a DNA segment. Then it's ഇതിന്റെ ആപ്ലിക്കേഷൻ DNA ക്ലോണിങ്ങിന് സീക്വൻസിങ്ങിന് യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ DNA ബേസ്ഡ് ഫൈലോജനി ഓർ ഫങ്ഷണൽ അനാലിസിസ് ഓഫ് ജീൻ. ദെൻ another objective is identification of genetic fingerprints. Then fourth point is detection and diagnosis of infectious diseases. അതിനെ കുറിച്ച് നമുക്ക് ലിങ്ക് നോക്കാം. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ഓൾറെഡി പറഞ്ഞു. പോളിമറൈസ് എന്ന് പറയുന്നത് എൻസൈം ആണ്. ഇനി എന്തുകൊണ്ടാണ് ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്? ചെയിൻ റിയാക്ഷൻ മീൻസ് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഒരു ഫസ്റ്റ് സൈക്കിൾ ഉണ്ടെങ്കിൽ ആ സൈക്കിളിന്റെ എൻഡ് പ്രൊഡക്റ്റ് ആയിരിക്കും നെക്സ്റ്റ് റിയാക്ഷന്റെ സബ്സ്ട്രേറ്റ് എന്ന് പറയുന്നത്. So it is a continuous process. End products become the substrate for the next reaction, and it is a chemical reaction. So it is named as polymerase chain reaction. So ഇത് ഒരു ഓൾഡ് തെർമൽ സൈക്ലറിന്റെ ഒരു ഇമേജ് ആണ്. ഇതാണ് എക്സാക്ട്ലി ഒരു തെർമൽ സൈക്ലർ. അതിന് കുറച്ച് കീപാഡ് ഉണ്ടായിരിക്കും, പിന്നെ കുറച്ച് ഫങ്ഷണൽ കീസ്. ഈ ഫങ്ഷണൽ കീസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു സാമ്പിൾ ബ്ലോക്ക് ഹോൾഡർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹീറ്റർ പ്ലേറ്റ്. ദെൻ ഇത് ലോക്ക് ചെയ്യുന്നു. ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന PCR ട്യൂബ്സ്. ഈ ട്യൂബ്സിലായിരിക്കും നമ്മൾ മാസ്റ്റർ മിക്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ട്യൂബ്സ് ആയിരിക്കും നമ്മൾ ഈ ഹീറ്റ് ബ്ലോക്കിലേക്ക് അല്ലെങ്കിൽ സാമ്പിൾ ബ്ലോക്കിലേക്ക് നമ്മൾ വെക്കുക. ഇത് ഒരു ന്യൂ ഓട്ടോമേറ്റഡ് PCR ആണ്. പഴയ ഒരു PCR നമുക്ക് നോക്കുകയാണെങ്കിൽ കാണാം, ജസ്റ്റ് ഒരു വാട്ടർ ബാത്ത് മാത്രമാണ്. വാട്ടർ ബാത്ത് അതായത് നമുക്ക് എന്താ വേണ്ടത്, ഡിഫറെന്റ് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ 3 വാട്ടർ ബാത്ത് കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ടെക്നിക്സ് അതിന്റെ സ്റ്റെപ്സ് പറയുമ്പോൾ മനസ്സിലാവും. Then history of PCR. The PCR developed ചെയ്തത് ഡോക്ടർ കാരി മുള്ളിസ് ആണ് 1983, and he received a Nobel Prize in Chemistry in 1993. അതായത് അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ PCR അതായത് 1983 വരെ PCR എന്നൊരു കൺസെപ്റ്റേ ഇല്ലായിരുന്നു. അതായത് ഒരു ന്യൂക്ലിയോടൈഡ് സ്റ്റാൻഡ് നമ്മൾക്ക് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ഒരു DNA മോളിക്യൂൾ സിന്തസൈസ് ചെയ്യാൻ പറ്റും എന്നറിയില്ല. പക്ഷെ ഈ ഒരു കൺസെപ്റ്റ് ഫസ്റ്റ് ഡെവലപ്പ് ചെയ്തത് 2 സയന്റിസ്റ്റുമാരാണ്, ഹെജൽ ക്ലേപ്പ് ആൻഡ് ഖൊറാന, ഇൻ 1971.
ഈ ഐഡിയ ജസ്റ്റ് കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുകയാണ് കാരിമുലിസ് ചെയ്തത്. അദ്ദേഹം സീറ്റസ് കോർപ്പറേഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്ത്, അതായത് അദ്ദേഹം ഒരു കെമിസ്റ്റ് ആയിരുന്നു. അപ്പം DNA കുറിച്ച് സ്റ്റഡി ചെയ്യുക. അപ്പോൾ ഈ സീറ്റസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനിയിൽ അദ്ദേഹം കെമിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ആ സമയത്താണ് അദ്ദേഹം ഈ PCR അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്സ് ഡെവലപ്പ് ചെയ്തത്. ലേറ്റർ ഈ സീറ്റസ് കോർപ്പറേഷൻ ആ ടെക്നിക്സ് കൂടുതൽ മോഡിഫൈ ചെയ്തു. അതായത് കാരിമുലിസ് ശരിക്കും ഡെവലപ്പ് ചെയ്ത ഐഡിയ എന്ന് വെച്ചാൽ ടാഗ് പോളിമറൈസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് മില്യൺ കോപ്പീസ് ഡെവലപ്പ് ചെയ്യാമെന്നാണ്. ദെൻ ലേറ്റർ സീറ്റസ് കോർപ്പറേഷൻ 1988 ഈ ടെക്നിക്സ് പേറ്റന്റ് ചെയ്തു. അതുപോലെ തന്നെ ഈ തെർമൽ സൈക്ലർ എന്നുള്ള കൺസെപ്റ്റ് മാറ്റി ഒരു ഓട്ടോമേറ്റഡ് PCR എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്നു. $300 million ആ ഒരു സ്പെസിഫിക് ആ ഒരു ഇൻവെൻഷൻ പേറ്റന്റ് ചെയ്തത്. അദ്ദേഹത്തിന് കാരിമുലിസിന് 1983 ഓൾമോസ്റ്റ് 9 years കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി കെമിസ്ട്രിയിൽ 1993. Then what is the advantages of PCR? It is automated, fast and reliable result. ഓൾറെഡി നമ്മൾ പറഞ്ഞു, 2 ടെക്നിക്സ് ആണ് മെയിൻലി ഈ DNA ആംപ്ലിഫൈ ചെയ്യാനായിട്ട് ഉള്ളത്. ഒന്ന് ക്ലോണിങ്. ക്ലോണിംഗ് എന്ന് വെച്ചാൽ നമുക്കൊരു ഡിസൈർഡ് ജീൻ ഉണ്ട്, ആ ജീനിനെ ഒരു ബാക്ടീരിയയിലേക്ക് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് ആ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മളുടെ ഡിസൈർഡ് DNA മൾട്ടിപ്ലൈ ചെയ്യുക. ആ ഒരു ടെക്നിക്സ് ആയിരുന്നു ഈ PCR ഇൻവെൻഷൻ മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ സെവറൽ ഡേയ്സ് എടുക്കും ഒരു ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ. പക്ഷെ കമ്പയർഡ് ടു PCR വരുമ്പോഴാണെങ്കിൽ ടെക്നിക്സ് ഓട്ടോമേറ്റഡ് ആണ്. ജസ്റ്റ് 3-4 hours എടുക്കുള്ളൂ ഈ ഒരു ടെക്നിക്സ് കംപ്ലീറ്റ്, അതായത് ഇത്രയും മില്യൺ കോപ്പീസ് ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ. സോ ഫാസ്റ്റ് ആണ്, റിലയബിൾ ആണ്, റീപ്രൊഡ്യൂസബിൾ, റിസൾട്ടും പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ഹൈ ഔട്ട്പുട്ട്, പിന്നെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ്. ബ്രോഡ് യൂസസ് എന്ന് വെച്ചാൽ ബയോഡൈവേഴ്സിറ്റി സ്റ്റഡീസ്, എവല്യൂഷണറി സ്റ്റഡീസ്, അതുപോലെ തന്നെ ഫോറൻസിക്കില്, അങ്ങനെ വൈഡ് ആയിട്ട് ഡിഫറെന്റ് ഏരിയസിൽ, അതായത് ഈവൻ ബയോടെക്നോളജി മാത്രമല്ല മെഡിസിൻ, അങ്ങനെ പല മേഖലയിൽ നമ്മൾ ഈ ഒരു ടെക്നിക്സ് യൂസ് ചെയ്യുന്നു. പിന്നെ ഇതിന്റെ പ്രോട്ടോകോൾ വെരി ഈസി ടു ഫോളോ. വാട്ട് ആർ ദ മെയിൻ ആപ്ലിക്കേഷൻസ്? Applications എന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ genome mapping and gene function determination. Second one is the biodiversity studies. അപ്പോൾ സിമിലർ ജീൻസ്, അതായത് ഒരു സ്പീഷീസിന്റെ പെക്യുലിയാരിറ്റി, അതായത് സ്പീഷീസിനെ അതിന്റെ ഒരു പർട്ടിക്കുലർ ക്യാരക്ടറിസ്റ്റിക്സ് ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റഡി ചെയ്യാം. സ്റ്റഡി ചെയ്യേണ്ടത് അൾട്ടിമേറ്റ്ലി എന്താണ്? DNA ആണ് സ്റ്റഡി ചെയ്യേണ്ടത്. സോ അതിന്റെ കോപ്പീസ് ആംപ്ലിഫൈ ചെയ്യുന്നു. അതുപോലെ തന്നെ സ്പീഷീസിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈമേഴ്സ് നമ്മൾ പ്രൊക്യൂർ ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നു. പ്രൈമേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഡിസ്കസ് ചെയ്യാം. സോ അങ്ങനെ നമുക്ക് ബയോഡൈവേഴ്സിറ്റി സ്റ്റഡീസിന് യൂസ് ചെയ്യാം. ദെൻ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ prenatal testings of genetic diseases, early detection of cancer, fungal, bacterial, viral infections. നിങ്ങൾക്കറിയാം റീസെന്റ് കൊറോണ പോലെയുള്ള വൈറസുകൾക്ക് ടെസ്റ്റ് RT-PCR ആണ് യൂസ് ചെയ്യുന്നത്, അതായത് റിയൽ ടൈം PCR. അത് ഒരു PCR ഒരു മോഡിഫൈഡ് വേർഷൻ ആണ്, അല്ലെങ്കിൽ ഒരു ടൈപ്പ് PCR ആണ് RT-PCR. അപ്പം ഫംഗൽ ടെസ്റ്റിങ്ങിന്, അതുപോലെ തന്നെ വൈറൽ ടെസ്റ്റിംഗ് മാത്രമല്ല ബാക്ടീരിയലും ഫംഗൽ ടെസ്റ്റിങ്ങിന് നമുക്ക് യൂസ് ചെയ്യാം. Then detection of drug resistance genes. Then forensic നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കും. DNA ഫിംഗർ പ്രിന്റിങ്, അതായത് മറ്റേണിറ്റി പറ്റേണിറ്റി ടെസ്റ്റിന് വേണ്ടിയിട്ട് നിങ്ങൾ ക്രൈം മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഫോറൻസിക് ഐഡന്റിഫിക്കേഷൻ പോകുന്നത് അങ്ങനെ. അപ്പം അതിന് അൾട്ടിമേറ്റ്ലി നമുക്ക് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് എന്ന് പറഞ്ഞത് PCR ടെക്നിക്സ് ആയിരിക്കും. ദെൻ ഫിഫ്ത് പോയിന്റ് കൺസർവേഷൻ, അതായത് ഇൻബ്രീഡിങ് captive animals, അതായത് prevent the inbreeding of captive animals and to identify origin of illegally obtained ivory. അതായത് അതായത് കൺസർവേഷൻ നമുക്ക് ഈ PCR ടെക്നിക്സ് വൈഡായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. Then coming to its reaction components, അതായത് ഒരു PCR ടെക്നിക്സിന് എന്തൊക്കെ കമ്പോണൻസ് വേണമെന്ന്, മെയിൻലി ഒരു 7 കമ്പോണൻസ് ആണ് നമുക്ക് വേണ്ടത്. അതായത് DNA ടെംപ്ലേറ്റ് എന്ന് വെച്ചാൽ
നമുക്കറിയാം ഏത് DNA ആണ് നമുക്ക് ആംപ്ലിഫൈ ചെയ്യാനുള്ളത്, ആ DNA ആണ് നമ്മൾ DNA ടെംപ്ലേറ്റ് എന്ന് വിളിക്കുക. ദെൻ ന്യൂക്ലിയസ് ഫ്രീ വാട്ടർ, അതായത് ന്യൂക്ലിയസസ്, അതായത് ന്യൂക്ലിയസ് എന്ന് വെച്ചാൽ അറിയാലോ, എൻസൈം, ഒരു എൻസൈം ആണ്. അതായത് ഈ ന്യൂക്ലിക് ആസിഡ്സിനെ ഡിഗ്രേഡ് ചെയ്യാത്ത ഫ്രീ, അതായത് ന്യൂക്ലിയസിന്റെ പ്രസൻസ് ഇല്ലാത്ത ഡബിൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് നമ്മൾ ഈ ഒരു റിയാക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. സ്പെസിഫിക്കലി ന്യൂക്ലിയസ് ഫ്രീ വാട്ടർ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ഇല്ലെങ്കിൽ ഡബിൾ ഡിസ്റ്റിൽഡ് വാട്ടർ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ദെൻ ബഫർ, ദെൻ മഗ്നീഷ്യം, ദെൻ പ്രൈമേഴ്സ് എന്ന് പറയുന്നത് സ്പെസിഫിക് ഫോർ എൻഡ്സ് ഓഫ് ആംപ്ലിഫൈഡ് റീജിയൻ. എന്താണ് പ്രൈമേഴ്സ് നമുക്ക് പറയാം. ദെൻ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ്, DNTPs, എൻസൈം. അപ്പോൾ ഇത്രയാണ് മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത്. അതായത് DNA ടെംപ്ലേറ്റ്, അതായത് എനി ഡിസൈഡ് DNA. ഇപ്പൊ നിങ്ങൾക്ക് ഒരു മൗസിന്റെ DNA ആണ് നിങ്ങൾക്ക് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ആ DNA ആണ് നിങ്ങൾക്ക് പ്രൈമറി ആയിട്ട് വേണ്ടത്. ആ DNA ഒരു സ്പെസിഫിക് ജീൻ ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടത്. അതായത് പ്ലാന്റ്സിന്റെ കേസ് പറയുകയാണെങ്കിൽ, ഇപ്പോ നിങ്ങൾക്ക് സപ്പോസ് ഒരു ഹിബിസ്കസിന്റെ ഒരു ജീന് നിങ്ങൾക്ക് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പ്രൈമറി ആയിട്ട് നിങ്ങൾക്ക് വേണ്ടത് ഹിബിസ്കസിന്റെ DNA ആദ്യം ഐസൊലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ആ ഹിബിസ്കസിന്റെ നിങ്ങൾക്ക് ഫോട്ടോസിന്തസിനെ കോഡ് ചെയ്യുന്ന ഒരു സ്പെസിഫിക് ജീനാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുണ്ടെങ്കിൽ ആ സ്പെസിഫിക് ജീനിന് വേണ്ടിയുള്ള ഒരു സ്പെസിഫിക് പ്രൈമർ കൂടി നിങ്ങൾ ഡിസൈൻ ചെയ്യണം. എന്താണ് പ്രൈമർ എന്ന് പറയാം. സോ ഈ DNA ടെംപ്ലേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഇപ്പോൾ ഹിബിസ്കസിന്റെ DNA കുറിച്ച് പറഞ്ഞു അല്ലെ, ഈ DNA എന്ന് പറയുന്നത് അൾട്ടിമേറ്റ്ലി പ്യുവർ ആയിരിക്കണം. പോളിമറൈസ് ഇൻഹിബിറ്റേഴ്സും ഒന്നും കാണാൻ പാടില്ല. ദെൻ സെക്കൻഡ് കമ്പോണന്റ് ഈസ് ദ ബഫർ. ബഫർ മെയിൻലി 2 ടൈപ്സ് ഉണ്ട്. അതായത് ടാക് ബഫർ എന്നാണ് നമ്മൾ പറയുക. അതായത് ടാക് A ആൻഡ് ടാക് B ആർ ദ 2 ടൈപ്സ് ഓഫ് ബഫർ. ടാക് A എന്ന് വെച്ചാൽ അതായത് മഗ്നീഷ്യം കമ്പൈൻ ചെയ്ത് നമുക്ക് ബഫർ കിട്ടും. അതായത് ബഫറിന്റെ മേജർ കമ്പോണൻസ് എന്ന് പറയുന്നത് KCl, TrisHCl, ട്രൈറ്റൺ ആണ്. ഈ 3 ആണ് മേജർ കോൺസ്റ്റിറ്റ്യുവൻസ്. ഇനി ഈ ബഫറിൽ മഗ്നീഷ്യം ഉണ്ടോ ഇല്ലയോ എന്നതിന്റെ ബേസിസിലാണ് ബഫറിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നത്, ടാക് A ആൻഡ് ടാക് B. അതായത് മഗ്നീഷ്യം ഉള്ള ബഫറാണ് ടാക് A എന്ന് പറയുന്നത്. അതായത് ബഫർ പ്ലസ് മഗ്നീഷ്യം ആണ് ടാക് ബഫർ A എന്ന് പറയുന്നത്. ദെൻ മഗ്നീഷ്യം ഇല്ലാതെ ഈ 3 കമ്പോണൻസ് മാത്രം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ടാക് ബഫർ B എന്ന് പറയും. ദെൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു, വാട്ടർ വേണം, ന്യൂക്ലിയസ് ഫ്രീ ആയിട്ടുള്ള വാട്ടർ വേണം. അതായത് മീഡിയം, അതായത് എല്ലാ കമ്പോണൻസിനും കൂടിയുള്ളൊരു കോമൺ മീഡിയമാണ് വാട്ടർ എപ്പോഴും. പിന്നെ ബഫർ ആയിരിക്കും അതിന്റെ ഒരു എൻസൈമിന്റെ ആക്ടിവിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ DNA പോളിമറൈസിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്, DNA സ്റ്റെബിലൈസ് ചെയ്യുന്നത്, ന്യൂക്ലിയോടൈഡ്സിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. അതായത് പ്രോപ്പർ pH-ലായിരിക്കണം നമ്മളുടെ റിയാക്ഷൻ എല്ലാം നടക്കേണ്ടത്. അപ്പോൾ മേജർ ഒരു കമ്പോണൻസ് ആണ് ബഫറും വാട്ടറും. അപ്പോൾ ഇതിൽ 2 കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. ബഫറിന്റെ pH കറക്റ്റ് ആയിരിക്കണം, വാട്ടർ ന്യൂക്ലിയസ് ഫ്രീ ആയിരിക്കണം. പിന്നെ നമ്മളുടെ ഓൾറെഡി നമ്മൾ പറഞ്ഞു ടെംപ്ലേറ്റ് DNA എന്ന് പറയുന്നത് ന്യൂക്ലിയസ് ഫ്രീ അല്ലെങ്കിൽ പോളിമറൈസിനെ ഇൻഹിബിറ്റ് ചെയ്യാത്ത പ്യുവർ DNA ആയിരിക്കണം. ദെൻ കമ്മിങ് ടു പ്രൈമർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അതായത് ഒരു ഡിസൈഡ് ജീനാണ് നിങ്ങൾക്ക്, ഇത് നിങ്ങളുടെ DNA ആണെന്ന് കൺസിഡർ ചെയ്യുക. അതായത് 5' to 3', ഈ ബ്ലാക്ക് ലൈൻ. അപ്പം ഇതിലെ ഈ സ്പെസിഫിക് ഈ പോർഷൻ ആണ് നിങ്ങൾക്ക് ആംപ്ലിഫൈ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിന് കോംപ്ലിമെന്ററി ആയിട്ട് 2 ന്യൂക്ലിയോടൈഡ് സീക്വൻസസ്. എന്തിനാ 2 ന്യൂക്ലിയോടൈഡ് സീക്വൻസ് എടുക്കുന്നത്? അതായത് 2 സ്ട്രാൻഡ് ആണുള്ളത് അല്ലെ, 5' ഒന്ന്, 5' to 3' ഡയറക്ഷൻ. ദെൻ അതിന്റെ കോംപ്ലിമെന്ററി ആയിട്ടുള്ള അടുത്ത സ്ട്രാൻഡ്സ്. അപ്പം ഈ 2 സ്ട്രാൻഡിനും കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ഷോർട്ട് ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ്സ് നമ്മൾ ഓൾറെഡി സിന്തസൈസ് ചെയ്ത് വെക്കണം. അത് ഒരു കമ്പോണൻസ് ആണ്, അതായത് നമ്മളുടെ റിയാക്ഷൻ കമ്പോണൻസ് ആണ്. എന്തിനാണ് ഈ പ്രൈമർ? ഓൾറെഡി നമ്മൾ പറഞ്ഞു ടാക് പോളിമറൈസ് ആണ് ഈ ഒരു റിയാക്ഷൻ മുഴുവൻ, ഈ റിയാക്ഷനെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് ടാക് പോളിമറൈസ് ആണ്. പക്ഷെ ടാക് പോളിമറൈസിന് ഒരു പ്രത്യേകതയുണ്ട്. ഡയറക്ട്ലി അതിന് DNTPs അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് ആഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു പ്രൈമേഴ്സ് കോംപ്ലിമെന്ററി ആയിട്ട്
അതായത് ഒറിജിനൽ DNA ആയിട്ട് ബൈൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ, അതായത് ഒരു പ്രൈമർ അനീലിംഗ് നടന്നതിന് ശേഷം മാത്രം ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യാൻ മാത്രമേ നമ്മളുടെ ടാക് പോളിമറൈസിന് കഴിയുള്ളൂ. അല്ലാതെ ടാക് പോളിമറൈസ് നമ്മളിപ്പോൾ ഒരു റിയാക്ഷൻ ട്യൂബിലേക്ക് ആഡ് ചെയ്തു ഒരു പ്രൈമർ ഇല്ലാതെ ആക്കിയാൽ ആ ഒരു ടാക് പോളിമറൈസിന് ഇനിഷ്യലി തന്നെ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഒരു ഈ റിയാക്ഷനിൽ ഒളിഗോന്യൂക്ലിയോടൈഡ്സ്, അതായത് ഷോർട്ട് സ്ട്രാൻഡ്സ്, അതായത് നമ്മളുടെ ഡിസൈഡ് ജീനിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഷോർട്ട് സ്ട്രാൻഡ്സ് വേണം. ആ ഷോർട്ട് ന്യൂക്ലിയോടൈഡ് സ്ട്രാൻഡ്സിനെയാണ് നമ്മൾ പ്രൈമേഴ്സ് എന്ന് പറയുന്നത്. രണ്ട് പ്രൈമേഴ്സ് വേണം, അതായത് ഫോർവേഡ് പ്രൈമറും റിവേഴ്സ് പ്രൈമറും. ഇനി പ്രൈമർ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിന്റെ ലെങ്ത്, GC കണ്ടന്റ്, അതിന്റെ അതായത് പ്രൈമർ, അതായത് ഒരു ഗുഡ് പ്രൈമർ എന്ന് പറയുന്ന അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 15 to 30 ന്യൂക്ലിയോടൈഡ്സ് ആയിരിക്കും. അതായത് ഇതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള, അതായത് ഇവിടെ ഒരു ATGC എന്ന് പറയുന്നുള്ള ഒരു ബേസ് കോഡാണ് ഇവിടെ ഉള്ളതെങ്കിൽ ഇതിന് ATGCക്ക് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഒരു ഷോർട്ട് പ്രൈമർ ആയിരിക്കണം നമ്മൾ സിന്തസൈസ് ചെയ്യേണ്ടത്. അതിന്റെ സൈസ് കൂടാൻ പാടില്ല. അതൊരു 15 to 30 ന്യൂക്ലിയോടൈഡ്സ് ലെങ്ത് ഉള്ള ഷോർട്ട് സ്ട്രാൻഡ് ആയിരിക്കണം. ഇനി അത് ഫോർവേഡും ഉണ്ട് റിവേഴ്സും ഉണ്ട്. അപ്പം ഈ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് പ്രൈമർ ആയിരിക്കും ന്യൂലി സിന്തസൈസ് ചെയ്യുന്ന, അതായത് ഇതിന് സെൻട്രലിലേക്കുള്ള, അതായത് ഈ ഫോർവേഡ് പ്രൈമറും റിവേഴ്സ് പ്രൈമറും എവിടെയാണോ ഈ DNA ബൈൻഡ് ചെയ്യുന്നത് കോംപ്ലിമെന്ററി ആയിട്ട്, അതായത് കോംപ്ലിമെന്ററി ആയിട്ടുള്ള രണ്ട് സീക്വൻസ് ആണ് നമ്മൾ സിന്തസൈസ് ചെയ്തത് അല്ലെ, ഫോർവേഡ് പ്രൈമറും റിവേഴ്സ് പ്രൈമറും. അത് ഈ DNA എവിടെ വേണമെങ്കിലും പോയി ബൈൻഡ് ചെയ്യാം, അതിന് കോംപ്ലിമെന്ററി ആയിട്ടുള്ള സീക്വൻസുകൾ. അപ്പൊ ഇത് ബൈൻഡ് ചെയ്യുന്നത് എവിടെയാണോ അതായിരിക്കും ഏത് DNA ആണ് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പില് സിന്തസൈസ് ചെയ്യുന്ന, അതായത് ന്യൂലി സിന്തസൈസ് ചെയ്യുന്ന സ്ട്രാൻഡിന്റെ സൈസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ആയിരിക്കും ഈ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് പ്രൈമർ എന്ന് പറയുന്നത്. ദെൻ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ്, അതായത് നമ്മൾ പറഞ്ഞു DNA എന്ന് പറയുന്നത്, DNA ഒരുപാട് നൈട്രജൻ ബേസുകൾ ഉണ്ട് അല്ലെ. ഈ നൈട്രജൻ ബേസിനെ ആഡ് ചെയ്യുകയാണ് നമ്മളുടെ പോളിമറൈസ് ചെയ്യുക. അപ്പോൾ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് DNA എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡുകളാണ്. ഈ ന്യൂക്ലിയോടൈഡ്സ് നമ്മൾ അതായത് ഇൻവിട്രോ മൾട്ടിപ്ലിക്കേഷൻ, ഇൻവിട്രോ ആയിട്ട് നമ്മൾ ഈ DNA മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ കമ്പോണന്റ് ആയിട്ടുള്ള ഈ 4 ബേസുകളും, അതായത് അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് മീഡിയത്തിൽ സപ്ലൈ ചെയ്യണം. ഈ മീഡിയത്തിൽ സപ്ലൈ ചെയ്യുന്ന ഈ എക്സ്റ്റേണൽ ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റിനെ കറക്റ്റ് ആയിട്ട് സ്പെസിഫിക് ആയിട്ട് ആഡ് ചെയ്യുന്ന എൻസൈമാണ് ടാക് പോളിമറൈസ്. അപ്പം 4 നൈട്രജൻ ബേസുകളുണ്ട്. അതിനെ ഡൈന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ് DATP, DGTP, DCTP ആൻഡ് DTTP എന്ന ഫോമിലായിരിക്കും നമ്മൾ 4 റിയാക്ഷൻ 4 കെമിക്കൽ മോളിക്യൂളാണ്. അപ്പം ഇതും നമ്മളുടെ റിയാക്ഷൻ കമ്പോണൻസിന്റെ പാർട്ടാണ്. ഒരിക്കലും ഡിയോക്സി ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റ് എക്സ്റ്റേണൽ ആയിട്ട് സപ്ലൈ ചെയ്യാതെ നമ്മളുടെ എൻസൈമായ ടാക് പോളിമറൈസിന് ഡയറക്ട്ലി ഈ മോളിക്യൂൾസിനെ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം എക്സ്റ്റേണലി നമ്മൾ ഈ മോളിക്യൂൾ കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. ദെൻ പ്രൈമർ വന്ന് നമ്മളുടെ കറക്റ്റ് ആയിട്ട് കോംപ്ലിമെന്ററി ഒരു സ്പെസിഫിക് ടെമ്പറേച്ചറിൽ പ്രൈമർ വന്നിട്ട് കോംപ്ലിമെന്ററി ആയിട്ട് സ്റ്റാൻഡിൽ ബൈൻഡ് ചെയ്യുന്നു. അതിനുശേഷം ന്യൂക്ലിയോടൈഡ്സ് ട്രൈഫോസ്ഫേറ്റിനെ നമ്മളുടെ ടാക് പോളിമറൈസ് കറക്റ്റ് ആയിട്ട് ആഡ് ചെയ്യും. അപ്പോൾ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഇതില് ഈ ഒരു റിയാക്ഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ട് വഹിക്കുന്നത് നമ്മളുടെ എൻസൈം തന്നെയാണ്. എൻസൈം എന്ന് വെച്ചാൽ പോളിമറൈസ് എൻസൈം. പോളിമറൈസ് എൻസൈംസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറിൽ ഡീഗ്രേഡ് ആവില്ല. ഹൈ ടെമ്പറേച്ചറിലും ആക്ട് ചെയ്യാൻ പറ്റുന്ന പോളിമറൈസ് ആണ് ടാക് പോളിമറൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ ന്യൂലി PFU പോളിമറൈസിന് പോലെ ഉള്ള കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈമേഴ്സ് ഉണ്ട്. അതായത് ഇതെല്ലാം തെർമോഫിലിക് ബാക്ടീരിയയിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത പോളിമറൈസുകളാണ്. അതായത് ടാക് പോളിമറൈസ് എന്ന് പറയുന്നത് കിട്ടുന്നത് തെർമോസ് അക്വാറ്റിക്കസിൽ നിന്നും, PFU DNA പോളിമറൈസ് എന്ന് പറയുന്നത് പൈറോകോക്കസ് ഫ്യൂരിയോസിസ് എന്ന് പറയുന്ന ബാക്ടീരിയയിൽ നിന്നുമാണ്. അതൊരു ഹൈപ്പർ തെർമോഫിലിക് ആൽക്കിയോൺ ആണ് ഈ പൈറോകോക്കസ് ഫ്യൂരിയോസിസ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ PFU DNA പോളിമറൈസ് എന്ന് പറയുന്നു. ടാക് പോളിമറൈസിനെ പോലെയല്ല, ഒരു
പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി, അതായത് ടാഗ് പോളിമറൈസ് ചെയ്യുക എന്ന് വെച്ചാൽ ഡയറക്ട്ലി പോയിട്ട് ന്യൂക്ലിയോടൈഡ് ട്രൈഫോസ്ഫേറ്റിനെ, അതായത് DNTPs ഡയറക്ട്ലി ആഡ് ചെയ്യും. പക്ഷെ ആഡ് ചെയ്ത ബേസുകൾ കറക്റ്റ് ആണോ എന്നുള്ള പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റി ഒരിക്കലും ടാഗ് പോളിമറൈസിനില്ല. സോ PFU എന്ന് പറയുന്നത് കുറച്ചുകൂടി കോസ്റ്റ്ലി ആണ്, കുറച്ചും കൂടി സ്പെസിഫിക് ആണ്. അതിന് പ്രൂഫ് റീഡിങ് ആക്ടിവിറ്റിയും കൂടി ഉണ്ടാവും. അതുപോലെ തന്നെ വേറെ ഇപ്പോ ഉള്ള പോളിമറൈസുകളാണ് TLI പോളിമറൈസസ്, ദെൻ TTH പോളിമറൈസസ്. അപ്പോൾ മെയിൻലി പോളിമറൈസ് സ്പെസിഫിക്കലി എല്ലാ ലാബുകളിലും നമ്മൾ യൂസ് ചെയ്യുന്ന പോളിമറൈസ് എന്ന് പറയുന്നത് ടാഗ് പോളിമറൈസ് ആണ്. തെർമോസ് അക്വാറ്റിക്സ് എന്ന് വെച്ചാൽ ബാക്ടീരിയയിൽ നിന്നാണ്, തെർമോഫിലസ് ബാക്ടീരിയയിൽ നിന്നാണ് നമ്മൾ ഈ ടാഗ് പോളിമറൈസ് ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പോളിമറൈസിനെ, അതായത് പോളിമറൈസ് ചെയ്യുക ന്യൂക്ലിയോടൈഡ്സിനെ കറക്റ്റ് ആയിട്ട് റിയാക്ഷൻ, അതായത് നമ്മളുടെ കോംപ്ലിമെന്ററി ആയിട്ട് പുതിയ ന്യൂക്ലിയോടൈഡ്സിനെ സിന്തസൈസ് ചെയ്യുക എന്നുള്ളതാണ് ടാഗ് പോളിമറൈസിന്റെ ഫങ്ഷൻ. ദെൻ കമ്മിങ് ടു എ ടിപ്പിക്കൽ PCR റിയാക്ഷൻ, അതായത് ബഫർ വേണം, MgCl2 DNTP ഫോർവേഡ് ആൻഡ് റിവേഴ്സ് പ്രൈമർ, ദെൻ DNA പോളിമറൈസ്, ദെൻ എക്സാക്ട്ലി അവർ DNA ടെംപ്ലേറ്റ്. അപ്പം ഒരു ടിപ്പിക്കൽ ഒരു റിയാക്ഷൻ മിക്സ്ചർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രൈമറിന് അനുസരിച്ച് നമ്മളുടെ ടോട്ടൽ വോളിയം ഒക്കെ വേരി ചെയ്യും. അതായത് ടോട്ടൽ ഒരു റിയാക്ഷന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത്, ഇപ്പോൾ സപ്പോസ് ഡിഫറെന്റ് പ്രൈമർ, അതായത് ഒരു പ്രൈമർ ടൈപ്പ് ആണ് ISSR, ഇന്റർ സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ്സ്, അതുപോലെ SSR സിമ്പിൾ സീക്വൻസ് റിപ്പീറ്റ്സ്. അപ്പൊ ഇതിനൊക്കെ ഈ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ കമ്പോണൻസ് എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി ഇതൊക്കെ തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ ഓരോ DNAയുടെയും അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സ്പെസിഫിക് ക്രോപ്പ്, അതായത് സ്പെസിഫിക് പ്ലാന്റ്, അപ്പം ഹിബിസ്കസിന് നമ്മൾ എടുക്കുന്ന ഒരു മാസ്റ്റർ മിക്സ് ആയിരിക്കുകയല്ല നമ്മളിപ്പം അടുത്തൊരു ക്രോപ്പിന് എടുക്കുന്ന അമറാന്തസിന് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ സ്പെസിഫിക്കലി ഈ വോളിയം എന്തുമാത്രം ബഫർ യൂസ് ചെയ്യണം, എന്തുമാത്രം MgCl2 യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ സ്പെസിഫിക്കലി സ്റ്റാൻഡർഡൈസ് ചെയ്യണം. പക്ഷെ ഒരു ജനറൽ ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തത്. അപ്പോൾ ബേസിക്കലി റിയാക്ഷൻ ബഫർ എന്ന് പറയുന്നത് 2.5 mol, MgCl2 2.5 mol. ഈ ഒരു റിയാക്ഷൻ ബഫറിൽ, റിയാക്ഷൻ മിക്സ്ചറിൽ ഏറ്റവും വേരി ചെയ്യേണ്ട, അതായത് ക്രോപ്പിനനുസരിച്ച് നമ്മൾ ഓൾട്ടർ ചെയ്യേണ്ട കമ്പോണൻസ് എന്ന് പറയുന്നത് സ്പെസിഫിക്കലി മഗ്നീഷ്യം ക്ലോറൈഡ് ആയിരിക്കും. അതായത് മഗ്നീഷ്യം ആണ് ഈ പോളിമറൈസിനെയൊക്കെ കോഫാക്ടർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതിൽ ഈ റിയാക്ഷൻ മിക്സ്ചറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോളിമറൈസ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കമ്പോണന്റ് ആണ് മഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പോൾ ഈ മഗ്നീഷ്യം ക്ലോറൈഡിന്റെ എമൗണ്ട്, അതുപോലെ തന്നെ DNA പോളിമറൈസിന്റെ എമൗണ്ട് നമ്മൾ വേരി ചെയ്ത് ഓൾട്ടർ ചെയ്ത് നമ്മളുടെ റിയാക്ഷൻ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും ഒരു റിയാക്ഷൻ, ഒരു 25 mol ടോട്ടൽ വോളിയം ഉള്ള ഒരു റിയാക്ഷൻ മിക്സ്ചർ എടുത്തു. ദെൻ അതൊരു എപ്പൻഡ് ഓഫ് ട്യൂബിലാണ് നമ്മൾ മേക്കപ്പ് ചെയ്തത്. അതിൽ നിന്ന് നമ്മൾ ഈ PCR ട്യൂബ്സിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇതാണ് ദെൻ നമ്മൾ നെക്സ്റ്റ് PCR റിയാക്ഷനിലേക്ക് കൊണ്ടുപോവുക. PCR റിയാക്ഷന്റെ ഒരു ബേസിക് എങ്ങനെയാണ് ഒരു പ്രോട്ടോകോള് സെറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അതായത് PCR ശരിക്കും നമ്മൾ ഡിഫറെന്റ് ടെമ്പറേച്ചർ അപ്ലൈ ചെയ്ത് കൊടുക്കുക മാത്രമാണ് ചെയ്യുക. അതായത് കാരിമുലിസ്, അതായത് ഫസ്റ്റ് ഒരു സ്ലൈഡ്സിൽ ഉണ്ടായിരുന്നു, അതായത് നമ്മൾ ഡിഫറെന്റ് ടെമ്പറേച്ചർ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു ഓട്ടോമേറ്റഡ് ഒരു മെഷീനറീസിന്റെ ഒന്നും ആവശ്യമില്ല. ഇനിഷ്യലി നമ്മൾ യൂസ് ചെയ്തിരുന്നത് വെറും ഒരു തെർമൽ സൈക്ലർ, അല്ലെങ്കിൽ നമുക്കൊരു വാട്ടർ ബാത്ത് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഈ റിയാക്ഷൻ വാട്ടർ ബാത്തും ഒരു ടെസ്റ്റ് ട്യൂബും ഉണ്ടെങ്കിൽ, ഇത്രയും കമ്പോണൻസും ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റിയാക്ഷൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു DNA നമ്മൾ ഫസ്റ്റ് PCR എന്താ ചെയ്യുക, നമ്മളുടെ DNA എപ്പോഴും ഡബിൾ സ്റ്റാൻഡേർഡ് ഫോമിൽ ഭയങ്കര സ്റ്റേബിൾ ആയിട്ടായിരിക്കും കാണുന്നത്. അപ്പം ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമ്മൾ ഫസ്റ്റ് ഡീനേച്ചർ ചെയ്യണം, അതായത് അൺവൈൻഡ് ചെയ്യണം, സിംഗിൾ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം. സോ നമ്മൾ അതിന് ഹൈ ഹീറ്റ് അപ്ലൈ ചെയ്യും. അതായത് 94 അല്ലെങ്കിൽ 95 ഡിഗ്രി സെൽഷ്യസിൽ നമ്മളുടെ റിയാക്ഷൻ ഹീറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മളുടെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA എപ്പോഴും സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ട് മാറും. ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് DNAയിലായിരിക്കും നെക്സ്റ്റ് ഈ പ്രൈമർ പോയി ബൈൻഡ് ചെയ്യുക. അതായത് നമ്മളുടെ കയ്യിൽ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഉണ്ട്, ഹൈ ഹീറ്റ് അപ്ലൈ ചെയ്യുന്നു. ആ സ്റ്റെപ്പിനെ നമ്മൾ DNA ഡീനേച്ചറേഷൻ എന്നാണ് പറയുന്നത്. ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA മോളിക്യൂൾ അൺബൈൻഡ് ചെയ്യും, സിംഗിൾ സ്റ്റാൻഡേർഡ് ആവും.
ദെൻ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ടെമ്പറേച്ചർ ലോ ചെയ്യുന്നു. ടെമ്പറേച്ചർ ലോ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ കോംപ്ലിമെന്ററി ആയിട്ടുള്ള, അതായത് DNA ഹൈ ഹീറ്റിൽ ഡിസോസിയേഷൻ നടക്കും അല്ലെങ്കിൽ ഡിനാച്ചുറേഷൻ നടക്കുമെങ്കിലും ലോ ഹീറ്റിൽ അത് വീണ്ടും അസംബിൾ ചെയ്യും. അപ്പോൾ അത് ആ ടൈമിൽ നമ്മൾ പ്രൈമർ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഷോർട്ട് സീക്വൻസുകൾ പോയിട്ട് കോംപ്ലിമെന്ററി ആയിട്ടുള്ള ഈ റീജിയനിൽ അത് അനീൽ ചെയ്യും. അപ്പോൾ അതിന് എപ്പോഴും ലോ ടെമ്പറേച്ചർ ആണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളുടെ സ്പെസിഫിക് നമ്മളുടെ കയ്യിലുള്ള ഈ പ്രൈമർ എന്ന് പറയുന്നത് ഒളിഗോ ന്യൂക്ലിയോടൈഡ് സ്റ്റാൻഡ്, അതായത് ATGC CT അങ്ങനെ ഒരു കോമ്പിനേഷൻ ഉള്ള ഒരു പ്രൈമർ ആയിരിക്കും നമ്മളുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പം ഈ പ്രൈമറിന്റെ ഹൈഡ്രജൻ ബോണ്ട്, അതായത് എപ്പോഴും AT എന്ന് പറയുന്നത് അഡിനിൻ തൈമിനുമായിട്ട് ബോണ്ട് ചെയ്യുമ്പോഴത്തേന് ഒരു ഹൈഡ്രജൻ അതായത് ഡബിൾ ബോണ്ടിങ്ങും നമ്മളുടെ പിരമിഡിൻസ് ഗ്വാനിനും സൈറ്റോസിനും ബോണ്ട് ചെയ്യുമ്പോഴത്തേനും എപ്പോഴും ട്രിപ്പിൾ ബോണ്ടിങ് ആയിരിക്കും. അപ്പൊ GC പെയറിംഗ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ബോണ്ടിങ് ആയിരിക്കും. അപ്പൊ ഈ ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ ബേസ് ചെയ്തിട്ട് നമ്മൾക്ക് ഈ പ്രൈമറിന്റെ അനീലിംഗ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം പ്രീവിയസ്ലി അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത ടെമ്പറേച്ചർ ആയിരിക്കും നമ്മൾ ഈ ഇവിടെ അനീലിംഗ് ടെമ്പറേച്ചർ ആയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പൊ ഫസ്റ്റ് നമ്മൾ എപ്പോഴും ഈ സ്റ്റെപ്പ്, അതായത് ഡീനേച്ചറേഷൻ ആണെങ്കിലും എക്സ്റ്റൻഷൻ സ്റ്റെപ്പിലായിരിക്കും ആണെങ്കിലും ഈ 94 to 95 ടെമ്പറേച്ചർ ആയിരിക്കും കൊടുക്കുക. അതുപോലെ എക്സ്റ്റൻഷൻ സ്റ്റെപ്പിൽ ഈ 72°C തന്നെ ആയിരിക്കും കൊടുക്കുക. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് പ്രൈമർ അനീലിംഗ് ടെമ്പറേച്ചർ ആയിരിക്കും. ബിക്കോസ് നമ്മൾ ഡിഫറെന്റ് ജീൻ ആയിരിക്കും ആംപ്ലിഫൈ ചെയ്യുന്നത്. അപ്പൊ ആ ജീനിന് സ്പെസിഫിക് ആയിട്ടുള്ള പ്രൈമേഴ്സ് ആയിരിക്കും നമ്മൾ സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമറിന്റെ സീക്വൻസുകളും ഡിഫറെന്റ് ആയിരിക്കും. സോ അതിനനുസരിച്ച് നമ്മൾ പ്രൈമർ അനീലിംഗ് ടെമ്പറേച്ചർ സ്റ്റാൻഡേർഡൈസ് ചെയ്യണം. സോ നമ്മളുടെ PCR-ന് 3 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് ഡീനേച്ചറേഷൻ, സെക്കൻഡ് അനീലിംഗ്, തേർഡ് വൺ ഈസ് എക്സ്റ്റൻഷൻ. ഡീനേച്ചറേഷനിൽ നമ്മളുടെ ഡബിൾ സ്റ്റാൻഡേർഡ് DNA അൺബൈൻഡ് ചെയ്യുന്നു, സിംഗിൾ സ്റ്റാൻഡേർഡ് ഫോമിൽ എത്തുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മളുടെ ഷോർട്ട് പ്രൈമർ സീക്വൻസ് പോയിട്ട് ഈ ഡീനേച്ചർ ചെയ്ത ഓരോ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA-യിലും ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ പ്രൈമർ ബൈൻഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ടാക് പോളിമറൈസ് പോയിട്ട് നമ്മളുടെ DNTPs വന്നിട്ട് DNTPs-നെ സ്പെസിഫിക്കലി ആഡ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് എക്സ്റ്റൻഷൻ സ്റ്റെപ്പ്, അവിടെയാണ് എക്സാക്ട്ലി നമ്മളുടെ ഡിസൈഡ് DNA ആംപ്ലിഫൈ ചെയ്യുന്നത്. അതായത് ഫസ്റ്റ് ഡബിൾ സ്റ്റാൻഡേർഡ് DNA അത് ഹൈ ഹീറ്റ് കൊടുത്തിട്ട് അൺബൈൻഡ് ചെയ്യുന്നു. ഈ അൺബൈൻഡ് ചെയ്തതിൽ ഷോർട്ട് പ്രൈമർ സീക്വൻസസ് കോംപ്ലിമെന്ററി ആയിട്ട് ബൈൻഡ് ചെയ്യുന്നു. ദെൻ പ്രൈമർ എക്സ്റ്റൻഷൻ സ്റ്റെപ്പിൽ ടാക് പോളിമറൈസ് പോയിട്ട് പുതിയ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്യുന്നു. അങ്ങനെ പുതിയ സ്ട്രാൻഡ്സ് സിന്തസൈസ് ചെയ്യുന്നു. ഇനി അതാണ് ഫസ്റ്റ്, ഇത് നമ്മളുടെ വാണ്ടഡ് ജീൻ, ഇതാണ് നമ്മുടെ ഡിസൈഡ് ജീൻ. അതായത് ഈ ബ്ലാക്ക് കളറിലുള്ളത് എൻറ്റയർ DNA ആണെന്ന് കൺസിഡർ ചെയ്യുക. റെഡ് പോർഷൻ ആണ് നമ്മളുടെ ടെംപ്ലേറ്റ് DNA. ഈ ടെംപ്ലേറ്റ് DNA ആണ് നമ്മൾക്ക് ആംപ്ലിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഇത് അൺവൈൻഡ് ചെയ്തിട്ട് പ്രൈമർ അനീലിംഗ് നടന്ന് ദെൻ കോംപ്ലിമെന്ററി സീക്വൻസുകളൊക്കെ സിന്തസൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ 2 സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് 4 സ്റ്റാൻഡ്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. നോക്കുക, ഇനിഷ്യൽ ഡബിൾ സ്റ്റാൻഡേർഡ് നമുക്ക് ഈ റിയാക്ഷൻ കഴിയുമ്പോൾ 4, അതായത് 2 കംപ്ലീറ്റ് DNA സ്ട്രാൻഡ്സ് കിട്ടും, അതായത് 2 കോപ്പീസ് കിട്ടും. അപ്പം ഇത് ഫസ്റ്റ് സൈക്കിൾ ആണ് അല്ലേ. അപ്പൊ നമുക്ക് ഇതിനെ സിമ്പിൾ ആയിട്ട് 2n എന്നുള്ള ഫോർമുല വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും എത്ര സൈക്കിളിൽ എത്ര കോപ്പി ജനറേറ്റ് ചെയ്തു എന്ന്. സെക്കൻഡ് സൈക്കിൾ നോക്കുക, 2^2. അതായത് ഇവിടെ അതായത് ഇവിടെ ഒരു DNA സ്ട്രാൻഡ്സ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് ഈ സ്ട്രാൻഡ്സ് വീണ്ടും അൺവൈൻഡ് ചെയ്യുമ്പോൾ വീണ്ടും 2 പുതിയ സ്ട്രാൻഡ്സ് കൂടിയാവും. അപ്പൊ ഈ പുതിയ സ്ട്രാൻഡ്സിന് വീണ്ടും കോംപ്ലിമെന്ററി ആയിട്ടുള്ള സീക്വൻസുകൾ സിന്തസൈസ് ചെയ്യുന്നു. അതായത് ഒരു DNA സ്ട്രാൻഡ്സ് ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് നെക്സ്റ്റ് സൈക്കിളിൽ 2 സ്ട്രാൻഡ് കിട്ടും. 2 ഉണ്ടെങ്കിൽ അത് 4 കോപ്പി ആവും. 4 കോപ്പി ദെൻ 8 കോപ്പീസ് ആവും. 8 കോപ്പീസ് ദെൻ മൾട്ടിപ്ലൈ ചെയ്ത് 16 കോപ്പീസ് ആവും. സോ നിങ്ങൾക്കിപ്പോ 4th കോപ്പീസ് നോക്കുക, സൈക്കിൾ എന്ന് പറയുന്നത് രണ്ടാമത്തെ സൈക്കിൾ ആണ്. അപ്പൊ 2^2. ഇപ്പൊ നിങ്ങൾക്ക് 16ാമത്തെ സൈക്കിൾ ആണെങ്കിൽ 2^16. അങ്ങനെ നിങ്ങൾക്ക് 35th സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ 2^35. അങ്ങനെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് എത്ര ബില്യൺ കോപ്പീസ് ഡെവലപ്പ് ചെയ്തു എന്ന് നിങ്ങൾക്ക്
സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ഒരു ഓവറോൾ DNA റിയാക്ഷന്റെ പ്രൈമർ നമ്മൾ കൊടുക്കുന്നു. പ്രൈമർ ഫസ്റ്റ് DNA അൺവൈൻഡ് ചെയ്യുന്നു, അതായത് 2 മോളിക്യൂൾ അൺവൈൻഡ് ചെയ്യുന്നു, പ്രൈമർ അനീലിംഗ് നടക്കുന്നു, ദെൻ പോളിമറൈസ് ആഡ് ചെയ്യുന്നു കൊടുക്കുന്നു. അതായത് ഡീനേച്ചറേഷൻ എപ്പോഴും 95°C, ദെൻ പ്രൈമർ അനീലിംഗ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഇൻ ബിറ്റ്വീൻ 40 to 60 എപ്പോഴും അനീലിംഗ് ടെമ്പറേച്ചർ വരിക. എക്സ്റ്റൻഷൻ സ്റ്റെപ്പ് എപ്പോഴും 72 അതായത് ഒപ്റ്റിമം ടെമ്പറേച്ചർ, അതായത് DNA പോളിമറൈസിന് ആക്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ്സിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒപ്റ്റിമം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 72°C ആയിരിക്കും. ഇനി ഇത് കറക്റ്റ് ആയിട്ട് ആംപ്ലിഫൈ ചെയ്തോ അല്ലെങ്കിൽ നമ്മളുടെ DNA കിട്ടിയോ എന്നറിയാൻ വേണ്ടി നമ്മൾ എൻഡ് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന അനാലിസിസ് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് ആണ്. DNA വിർച്വൽ ലാബ് കാണിച്ചു തരാം. അതായത് ഈ ഓവറോൾ PCR കാണാൻ പറ്റുന്നുണ്ടോ? ഹലോ സർ, വിർച്വൽ ലാബ് കാണാൻ പറ്റുന്നുണ്ടോ? അത് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. സോ ഇതാണ് നമ്മളുടെ ന്യൂക്ലിയസിലെ DNA എന്ന് പറയുന്നത്. ദെൻ നമ്മൾ സപ്പോസ് ഹെയറിലെ ഒരു DNA ഐസൊലേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഐസൊലേറ്റ് ചെയ്ത DNA എങ്ങനെയാണ് റിയാക്ഷൻ മിക്സ്ചർ പ്രിപ്പയർ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ 4 കമ്പോണൻസ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് കമ്പോണൻസ് നമ്മളുടെ DNA നമ്മൾ ഒരു ഐസ് ബോക്സിലാണ് എപ്പോഴും ഈ കമ്പോണൻസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പം ഈ കമ്പോണൻസ് നമ്മൾ ഫസ്റ്റ് ഒരു എപ്പൻഡോഫിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. മെയിൻലി നമ്മൾ പറഞ്ഞല്ലോ ബഫർ, പ്രൈമർ, ദെൻ ചാക്ക് പോളിമറൈസ്, ദെൻ MgCl2 സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ MgCl2, ഇത്രയാണ് നമ്മുടെ റിയാക്ഷൻ കമ്പോണൻസ്. അതായത് ഈ ഓരോ ട്യൂബിൽ ഇരിക്കുന്നത് നമ്മളുടെ 5 റിയാക്ഷൻ കമ്പോണൻസ് ആണ്. ഇതാണ് നമ്മളുടെ ഒറിജിനൽ എപ്പൻഡോഫ് ട്യൂബ്, അതായത് മാസ്റ്റർ മിക്സ് പ്രിപ്പയർ ചെയ്യുന്ന ട്യൂബ്സ്. ഇതെല്ലാം പ്ലേസ് ചെയ്തിരിക്കുന്നത് ഐസ് ബോക്സിലായിരിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പോൾ ആഡ് ചെയ്തത് DNA ആണ്. Then next is the primer. Then primer, forward primer ഉണ്ട്, reverse primer ഉണ്ട്. So 2 primer നമ്മൾ ആഡ് ചെയ്യണം. Then ഇനി ന്യൂക്ലിയോടൈഡ്സ് ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. Then finally DNA polymerases. ഓക്കെ, ഇതാണ് നമ്മൾ PCR ട്യൂബ്സിൽ എല്ലാ കമ്പോണൻസും ആഡ് ചെയ്തു. ദെൻ PCR മെഷീനിൽ പ്ലേസ് ചെയ്യുന്നു കറക്റ്റ് ആയിട്ട്. ദെൻ ഓൾറെഡി പ്രോഗ്രാം സെറ്റ് ചെയ്തതിൽ നമ്മൾ സ്റ്റാർട്ട് കൊടുക്കും.
സോ ഇതാണ് നമ്മളുടെ ഡിസൈഡ് പോർഷൻ. 95 ഡിഗ്രി സെൽഷ്യസിൽ പ്രൈമേഴ്സ് അനീൽ ചെയ്യുന്നു. ദെൻ DNA പോളിമറേസ് കറക്റ്റ് ആയിട്ട് 72 ഡിഗ്രി സെൽഷ്യസിൽ സ്പീഡ് ചെയ്യുന്നു. So then coming to limitations of അതായത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. Then coming to types of PCR. PCR's first type is reverse transcriptase PCR. It creates complementary DNA by reverse transcribing RNA to DNA using reverse transcriptase enzyme. അതായത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈമിന്റെ റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന ഡി എൻ എ ടെംപ്ലേറ്റ് അല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ടെംപ്ലേറ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് RNA ആയിരിക്കും. ഈ RNA നമ്മൾ ഫസ്റ്റ് കോംപ്ലിമെന്ററി DNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു യൂസിങ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എൻസൈം. അപ്പോൾ നമുക്ക് ഈ RNA ഫസ്റ്റ് DNA ആയിട്ട് ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു ഇൻ ദ പ്രസൻസ് ഓഫ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ്. അതായത് സപ്പോസ് നമ്മളുടെ കയ്യിൽ ഒരു വൈറസ് ജീനോമാണ് ഉള്ളതെന്ന് കരുതുക. ആ വൈറസിന്റെ കോപ്പീസിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ വൈറസ് ജീനോമിനെ ഫസ്റ്റ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് വെച്ച എൻസൈം കൊടുത്തിട്ട് RNA ഫസ്റ്റ് കോംപ്ലിമെന്ററി DNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിനെ ദെൻ നമ്മൾ ഈ കോംപ്ലിമെന്ററി DNAയുടെ കോപ്പീസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് ദ മൾട്ടിപ്ലെക്സ് PCR. മൾട്ടിപ്ലെക്സ് PCR എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ഒറ്റ റിയാക്ഷൻ മിക്സ്ചറിൽ നോർമലി ഒരു സിംഗിൾ പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഫോർവേഡ് ആൻഡ് റിവേഴ്സ് പ്രൈമർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഒരു മൾട്ടിപ്പിൾ ജീൻസ്, അതായത് ഒരു പ്ലാന്റിന്റെ ഫോട്ടോസിന്തസിസിനുള്ള സ്പെസിഫിക് ജീൻസ് ഐഡന്റിഫൈ ചെയ്യണം. അതിനോടൊപ്പം തന്നെ വേറൊരു ജീനും അല്ലെങ്കിൽ അതിനെ അതിന്റെ ഫ്ലവറിങ്ങിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജീനും കൂടി നമുക്ക് ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ മോർ ദാൻ വൺ പ്രൈമർ നമ്മൾ ഒറ്റ റിയാക്ഷൻ മിക്സ്ചറിൽ ആഡ് ചെയ്ത് കൊടുക്കും. അതിനാണ് മൾട്ടിപ്ലെക്സ് PCR എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ റിസൾട്ട്, ഒരു സിംഗിൾ റിയാക്ഷൻ മിക്സ്ചറിൽ നിന്ന് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ റിസൾട്ട് കിട്ടും. അതാണ് മൾട്ടിപ്ലെക്സ് PCR എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ദ റിയൽ ടൈം PCR ഓർ ക്വാണ്ടിറ്റേറ്റീവ് റിയൽ ടൈം PCR അല്ലെങ്കിൽ qPCR എന്ന് നമ്മൾ പറയും. അതായത് സ്പെക്ട്രോഫ്ലൂറോമെട്രിയും കൂടി യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്സ് ആണ്. അപ്പോൾ പ്രൈമേഴ്സിന് നമ്മൾ ഫ്ലൂറസൻ ഡൈസും കൂടി, അല്ലെങ്കിൽ ഫ്ലൂറസൻ ഡൈ അല്ലെങ്കിൽ പ്രോബ്സ്, സ്പെസിഫിക് പ്രോബ്സ് യൂസ് ചെയ്തിട്ടുള്ള ടെക്നിക്സ് ആണ് ഈ റിയൽ ടൈം PCR എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഉള്ള PCR ആണ് നെസ്റ്റഡ് PCR, ഹോട്ട് സ്റ്റാർട്ട് PCR, ലോങ് റേഞ്ച് PCR, അസംബ്ലി PCR ആൻഡ് അസിമെട്രിക് PCR. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് PCR ആണ്. അത് നെസ്റ്റഡ് PCR എന്ന് പറഞ്ഞാൽ അതായത് ഒരു 25 to 35 PCR സൈക്കിൾ കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അടുത്ത ഒരു പ്രൈമർ സീക്വൻസും കൂടി ന്യൂ പ്രൈമർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. എന്തിനാന്ന് വെച്ചാൽ നമ്മൾ കൊടുത്ത റിയാക്ഷൻസ് കറക്റ്റ് ആണോ എന്ന്, അല്ലെങ്കിൽ അൺവാണ്ടഡ് പ്രൊഡക്റ്റ് വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യാതിരിക്കാനായിട്ട് അത് തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും പ്രൈമർ, അതായത് ഒരു 30 സൈക്കിൾസിന് ശേഷം നമ്മൾ വീണ്ടും പുതിയ പ്രൈമേഴ്സ് ആഡ് ചെയ്തിട്ട് പ്രൊഡക്റ്റിന് വീണ്ടും ആംപ്ലിഫൈ ചെയ്യും. ദെൻ ഹോട്ട് സ്റ്റാർട്ട് PCR എന്ന് വെച്ചാൽ ഹീറ്റ്സ്, അതായത് നമ്മൾ ഇനിഷ്യലി
ആന്റിബോഡീസിനെ ഡീനേച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനീഷ്യൽ ഹീറ്റ് യൂസ് ചെയ്തിട്ടുള്ള ഒരു PCR ആണ് ഹോട്ട് സ്റ്റാർട്ട് PCR എന്ന് പറയുന്നത്. ദെൻ ലോങ് റേഞ്ച് PCR, മിക്സ്ചർ ഓഫ് പോളിമറൈസസ് ആണ് നമ്മൾ ലോങ് റേഞ്ച് PCR യൂസ് ചെയ്യുക. ദെൻ അസംബ്ലി PCR, longer DNA fragments are amplified using overlapping primers. Overlapping primers യൂസ് ചെയ്തിട്ടുള്ള PCR ആണ് അസംബ്ലി PCR എന്ന് പറയുന്നത്. ഒരു സിംഗിൾ സ്റ്റാൻഡേർഡ് ടാർഗറ്റ് DNA മാത്രം ആംപ്ലിഫൈ ചെയ്യാനായിട്ടാണെങ്കിൽ യൂസ് ചെയ്യുന്ന PCR ആണ് asymmetric PCR എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് PCR. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCRസും റിയൽ ടൈം PCRും ആണ്. റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസിൽ നമ്മൾ RNA ആയിരിക്കും നമ്മൾ ഇനിഷ്യൽ ടെംപ്ലേറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന RNA ഫസ്റ്റ് cDNA ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഈ cDNA ആണ് ലേറ്റർ മൾട്ടിപ്പിൾ കോപ്പീസ് ആയിട്ട് നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നത്. ദെൻ റിയൽ ടൈം ആണെങ്കിൽ ഫ്ലൂറസെന്റ് ഡൈ യൂസ് ചെയ്തിട്ടുള്ള PCR. ദെൻ കമ്മിങ് ടു ഇറ്റ്സ് ലിമിറ്റേഷൻസ്, അതായത് സംടൈംസ് എൻസൈം ഇൻസ്റ്റബിലിറ്റി ഉണ്ടാവാം, റിയേജൻ കൺസംഷൻ ഉണ്ടാവാം, പ്രൊഡക്റ്റ് ഇൻഹിബിഷൻസ് ഉണ്ടാവാം. അതായത് പൈറോഫോസ്ഫേറ്റ് അക്യുമുലേറ്റ് ചെയ്യുമ്പോഴത്തേന് നമ്മളുടെ സിന്തസൈസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം ഇൻഹിബിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കുറെ കോപ്പീസ് ആംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ ഫൈനലി ഈ ജനറേറ്റ് ചെയ്ത കോപ്പീസ് തന്നെ നമ്മളുടെ ഈ ആംപ്ലിഫിക്കേഷനെ ഇൻഹിബിറ്റ് ചെയ്യാം. അതിനെ നമ്മൾ പ്ലാറ്റോ എഫക്റ്റ് എന്നാണ് പറയുക, അല്ലെങ്കിൽ പ്രൈമർ ഡയമർ ഫോർമേഷൻ ഉണ്ടാവാം. ഇതൊക്കെയാണ് ഒരു നോർമൽ PCRന്റെ ലിമിറ്റേഷൻസ്. പിന്നെ എൻഡ് പോയിന്റ് അനാലിസിസ് എന്ന് പറയുന്നത് ഓൺലി പോസിബിൾ ടു അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. Then coming to DNA isolation. DNA ഐസൊലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കളക്ഷൻ ഓഫ് പ്ലാന്റ്സ് ആണ്. അതായത് നമുക്ക് പ്ലാന്റ്സ് ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്യാം, ബൊട്ടാണിക്കൽ ഗാർഡൻ ഡിഫറെന്റ് സ്ഥലത്തുനിന്ന് നമുക്ക് കളക്ട് ചെയ്യാം, സീഡ് ബാങ്ക്സ് അല്ലെങ്കിൽ നമുക്ക് ഹെർബേറിയത്തിൽ നിന്ന് കളക്ട് ചെയ്യാം. അങ്ങനെ പല എവിടെ നിന്നാണോ പല ഫീൽഡിൽ നിന്നോ അല്ലെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് പ്ലാന്റ് മെറ്റീരിയൽസ് കളക്ട് ചെയ്യാം. പക്ഷെ കളക്ട് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽസ് പ്യുവർ ആയിരിക്കാൻ ശ്രദ്ധിക്കാം. ദെൻ സാമ്പിൾ സൈസ്, അതായത് എത്ര സാമ്പിൾ ആണോ നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ ബഫർ സൊല്യൂഷൻസ് ഒക്കെ ഫ്രീ ആയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ ടൈപ്പ് ഓഫ് ടിഷ്യൂസ്, അതായത് നോർമലി പ്ലാന്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ലീവ്സ് ആയിരിക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ടിഷ്യൂ എന്ന് പറയുന്നത്. ദെൻ പ്രിസർവേഷൻ, DNA ഐസൊലേഷൻ മെത്തേഡ്സ്, DNA ഐസൊലേഷൻ മെത്തേഡ്സ് പല ടൈപ്പ് ഉണ്ട്, CTAP, STS, അങ്ങനെ പലതരത്തിലുള്ള DNA ഐസൊലേഷൻ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് CTAP പ്രൊസീജിയർ ആണ്. ദെൻ ബിഫോർ ഐസൊലേഷന് മുമ്പായിട്ട് നമ്മൾ കുറെ സേഫ്റ്റി പ്രിക്കോഷൻസ് എടുക്കണം. എപ്പോഴും ലാബ് കോട്ട് ഗ്ലൗസ് ഒക്കെ യൂസ് ചെയ്യുക. അതുപോലെ തന്നെ UV പ്രൊട്ടക്റ്റിംഗ് ഷീൽഡ്സ് യൂസ് ചെയ്യുക. ETBR എന്ന് പറയുന്ന കെമിക്കൽസ്, അതായത് DNA സ്റ്റെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ETBR എന്ന് പറയുന്നത് ഹസാർഡസ് ആണ്. സോ പ്രോപ്പർ ഗ്ലൗസ്, മാസ്ക് ഒക്കെ വെയർ ചെയ്യുക. ദെൻ കെമിക്കൽസ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി യൂസ് ചെയ്യുന്ന ക്ലോറോഫോം, ഐസോമൈൽ ആൽക്കഹോൾ, ഫീനോൾ, ഇതൊക്കെ ടോക്സിക് ആണ് ഇൻഹേലേഷന്. സോ പ്രോപ്പർ പ്രിക്കോഷൻസ് എടുത്തിട്ട് വേണം ഒരു DNA ഐസൊലേഷൻ പ്രൊസീജിയർ ചെയ്യാനായിട്ട്. These are the 4 different steps involved in DNA extraction. First one is the cell and tissue disruption. ഫസ്റ്റ് നമ്മൾ സെൽസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ സെൽസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ സെൽസ് അല്ലെങ്കിൽ ടിഷ്യൂ നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ പ്ലാന്റ് ലീവ്സ് ആണെങ്കിൽ പ്ലാന്റ് ലീവ്സിലെ സെൽസിന് ഉള്ളിൽ അതിന്റെ ന്യൂക്ലിയസിനുള്ളിലായിരിക്കും നമ്മുടെ DNA കാണുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹോമോജനൈസേഷൻ ആണ്. അപ്പോൾ ഹോമോജനൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാറ് ലിക്വിഡ് നൈട്രജനിലാണ് ഗ്രൈൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ബഫർ യൂസ് ചെയ്തിട്ടാണ് ഗ്രൈൻഡ് ചെയ്യുക. അതായത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ സെല്ലിനെ ഫസ്റ്റ് ഫ്രീസ് ചെയ്യാനാണ് നമ്മൾ ലിക്വിഡ് നൈട്രജൻ യൂസ് ചെയ്യുക. ഇനി ലൈസിസ് എല്ലാം കറക്റ്റ് ആയിട്ട് ഹോമോജനൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബഫറാണ് CTAP ബഫർ.
ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ DNA പ്യുവർ ആക്കി മാറ്റുക. അതായത് ഈ സെല്ലിന് പുറത്തേക്ക് വന്ന DNA പ്യൂരിഫൈ ചെയ്തെടുക്കുക. പ്യൂരിഫൈ ചെയ്തെടുക്കണമെങ്കിൽ അതിനുള്ളിലുള്ള ഇപ്പൊ DNA ആണ് ഐസൊലേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ളിലെ RNA പ്രോട്ടീൻസ് ഒക്കെ റിമൂവ് ചെയ്തെടുക്കുക. അതാണ് റിമൂവൽ ഓഫ് പ്രോട്ടീൻസ് ആൻഡ് RNA എന്ന് വെച്ച് ഉദ്ദേശിക്കുന്നത്. Then fourth step is the removal of polysaccharides, polyphenols and other secondary metabolite compounds. അതായത് എപ്പോഴും DNA ഒരു സെല്ലിൽ നിന്ന് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബാരിയേഴ്സ് അല്ലെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ആണ് ഈ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ ക്ലോറോഫോം ഐസോമേൽ മിക്സ്ചർ പോലെയുള്ള സൊല്യൂഷൻസ് വെച്ചിട്ട് ഡിഫറെന്റ് സ്റ്റേജസിൽ വാഷ് ചെയ്യുന്നു, അങ്ങനെ ഫേസ് സെപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ DNA പ്യുവർ ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ബേസിക് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് സെൽസിനെ ഫ്രീസ് ചെയ്ത് ടിഷ്യൂസിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യുക. Then second step, lysis of membranes and organelles. Then third is the removal of proteins and RNA. And the fourth one is the removal of polysaccharide, polyphenols and other secondary compounds. ഇതാണ് അതിന്റെ ഒരു ബേസിക് സ്റ്റെപ്പ്. അതായത് ഹോമജനൈസേഷൻ മോട്ടർ ആൻഡ് പെസ്റ്റിൽ നമ്മൾ യൂസ് ചെയ്തിട്ടാണ് ഹോമജനൈസ് ചെയ്യുക. ദെൻ സെല്ല് ലൈസ് ചെയ്യുക, ലൈസിസ് സീറ്റ ബഫറിൽ. ദെൻ അതിനെ ഫേസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. അതായത് ബാക്കി സെൽസിന്റെ ഡെബ്രിസുകൾ, അതായത് സെൽ വോള്, അതുപോലെ തന്നെ ക്ലോറോഫിൽ മോളിക്യൂൾസ്, അങ്ങനെയുള്ള എല്ലാ മോളിക്യൂൾസിനെയും, അതായത് DNA എന്ന് പറയുന്ന ആ ഒരു മോളിക്യൂളിനെ മാത്രം ഫേസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് തേർഡ് സ്റ്റേജിൽ നമ്മൾ ചെയ്യുക. ദെൻ ഫൈനലി precipitation. These are the different steps involved in DNA extraction. Then materials required for DNA extraction. Basically chemicals എന്ന് പറയുന്നത് ലിക്വിഡ് നൈട്രജൻ, സീറ്റാബ്, PVP, ബീറ്റ മെർക്യാപ്റ്റോഎഥനോൾ, PVP ആൻഡ് ബീറ്റ മെർക്യാപ്റ്റോഎഥനോൾ, സോഡിയം മെറ്റാബൈസൾഫേറ്റ്, ഈ മൂന്ന് കോമ്പൗണ്ട് എന്ന് പറയുന്നത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ precipitation അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ബേസിക് ലൈസിസ് സെൽ ലൈസിസിന് ഒക്കെ വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻസ് ആണ്. ദെൻ മെയിൻ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് മോട്ടർ ആൻഡ് പെസ്റ്റ്, ദെൻ മൈക്രോസെൻട്രിഫ്യൂജ് ട്യൂബ്, വാട്ടർ ബാത്ത്, റെഫ്രിജറേറ്റഡ് സെൻട്രിഫ്യൂജ്, ദെൻ അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അതായത് വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ് AG യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ജെൽ ഡോക്യുമെന്റേഷൻ സിസ്റ്റം, ദെൻ ഡീപ് ഫ്രീസർ, refrigerator, microfuge, micropipettes, spectrophotometer, and microbalance are the different materials needed for isolation of DNA. Then coming to its isolation protocol, and CETA protocols are നമ്മൾ മെയിൻലി പറയുന്നത്. അതായത് ഡോയൽ ആൻഡ് ഡോയൽ 1990 പ്രപ്പോസ് ചെയ്ത പ്രോട്ടോകോൾ ആണ് ഇത്. അതായത് സപ്പോസ് ഒരു 100 gram ലീഫ് ടിഷ്യൂ ഉണ്ടെങ്കിൽ അതിനെ ഫസ്റ്റ് നമ്മൾ ലിക്വിഡ് നൈട്രജനിൽ ഗ്രൈൻഡ് ചെയ്യുക. ഗ്രൈൻഡ് ചെയ്ത് പൗഡർ ആക്കിയ ആ ഒരു പ്രൊഡക്റ്റിനിലേക്ക് നമ്മൾ 2% സീറ്റാബ് ആഡ് ചെയ്യുക. 2% സീറ്റാബ് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഹോമജനൈസ് ചെയ്യുക. അതിനുശേഷം ബീറ്റ മെർക്യാപ്റ്റോഎഥനോൾ, PVP, STS നമ്മൾ ആഡ് ചെയ്യുന്നു. അതായത് സെക്കൻഡറി മെറ്റബോളൈറ്റ്സിന്റെ precipitation അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് കോമ്പൗണ്ട്സ് ഗ്രൈൻഡിങ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുക. ഈ ഫസ്റ്റ് സ്റ്റെപ്പിനെ നമുക്ക് ഹോമോജനൈസേഷൻ എന്ന് പറയാം. ഈ ഹോമോജനൈസ് ചെയ്ത സാമ്പിൾസ് നമ്മൾ നെക്സ്റ്റ് 65 ഡിഗ്രി സെൽഷ്യസിൽ 1 hour ഇൻക്യുബേറ്റ് ചെയ്യുന്നു. 1 hour ഇൻക്യുബേറ്റ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, അതായത് ഈ സീറ്റാബ് എന്ന് പറയുന്നത്, നമ്മൾ യൂസ് ചെയ്യുന്ന സീറ്റാബ് എന്ന് പറയുന്നത് ഒരു ഡിറ്റർജന്റ് ആണ്. അതായത് സീറ്റാബ് എന്ന് പറയുന്നത് ഡിറ്റർജന്റ് ആണ്. അതായത് സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്, അതായത് സെൽ മെംബ്രെയിൻസ്, അതായത് പ്രോട്ടീനെ ഡീനേച്ചർ ചെയ്യാനായിട്ട്, ഡിസോസിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിറ്റർജന്റ് ആണ് ഈ സീറ്റാബ് എന്ന് പറയുന്നത്. ഇനി അതിന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന ബഫറിന്റെ കമ്പോണൻസ് ആണ് മെയിൻലി ആ ബഫർ കമ്പോണന്റ് ആണ് HCl, ദെൻ ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ ടു ഡിസോസിയേറ്റ് ന്യൂക്ലിയർ പ്രോട്ടീൻസ്. അതായത് പോളിസാക്രൈഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈ സോൾട്ട് കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുന്നു. ദെൻ കീലേറ്റിംഗ് ഏജന്റ്, അതായത് നമ്മളുടെ കറക്റ്റ് ആയിട്ട് pH മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കീലേറ്റിംഗ് ഏജന്റ് ആണ് EDTA എന്ന് പറയുന്നത്. ദെൻ റെഡ്യൂസിംഗ് ഏജന്റ് ബീറ്റ മെർക്യാപ്റ്റോഎഥനോൾ inhibit oxidation process that directly or indirectly damage DNA. Then
then polyphenol oxidase or inhibitors or absorbents, അതായത് PVP പോലെയുള്ള കോമ്പൗണ്ട്സ് നമ്മൾ യൂസ് ചെയ്യും. അതായത് സീറ്റ ബഫറിന്റെ മെയിൻ കമ്പോണൻസ് ആണ് ഇതൊക്കെ. ട്രിസ്, NaCl, EDTA, then reducing beta mercaptoethanol, then PVP, etc. ഫസ്റ്റ് സ്റ്റെപ്പിൽ അപ്പോൾ നമ്മൾ സീറ്റ ബഫറിന്റെ കമ്പോണൻസ് നമ്മൾ കണ്ടു. അതായത് ഹൈസോ NaCl, EDTA, HCl, ബീറ്റ മെർക്യാപ്റ്റോഎഥനോള്, ഇതൊക്കെയാണ് സീറ്റാബിന്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഈ സീറ്റാബ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഹോമോജനൈസ് ചെയ്തു. ഹോമോജനൈസ് ചെയ്ത സാമ്പിൾസ് നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അതായത് 65 ഡിഗ്രി സെൽഷ്യസിൽ 1 hour ഇൻക്യുബേറ്റ് ചെയ്യുന്നു. അതായത് നമ്മളുടെ കംപ്ലീറ്റ്ലി നമ്മളുടെ ഈ ന്യൂക്ലിക് ആസിഡ് കോമ്പൗണ്ട്സ് നമ്മളുടെ സൊല്യൂഷനിലേക്ക് പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 65 ഡിഗ്രി സെൽഷ്യസിൽ 1 hour ഇൻക്യുബേറ്റ് ചെയ്യുന്നത്. ലേറ്റർ നമ്മൾ 12,000 RPM 4 ഡിഗ്രി സെൽഷ്യസ് 15 മിനിറ്റ്സ് സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫേസ് സെപ്പറേഷൻ ആണ്. അതായത് ബാക്കിയുള്ള സെൽ ഡെബ്രിസ് അതുപോലെയുള്ള നമ്മളുടെ സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എല്ലാം റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളുടെ DNA സെപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റെപ്പാണ് ഈ ഫേസ് സെപ്പറേഷൻ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന, അതായത് സെൻട്രിഫ്യൂജ് ചെയ്ത ഈ സെൻട്രിഫ്യൂജ് ചെയ്ത ട്യൂബിൽ നിന്ന് നമ്മൾ സൂപ്പർനേറ്റന്റ് മാത്രം കളക്ട് ചെയ്ത് അതിലേക്ക് ക്ലോറോഫോം, ഐസോമൈൽ ആൽക്കഹോള് നമ്മൾ ഈക്വൽ വോളിയം ആഡ് ചെയ്യുന്നു. ഈക്വൽ വോളിയം ആഡ് ചെയ്തിട്ട് ശരിക്കും മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും സെൻട്രിഫ്യൂജ് ചെയ്യും. നെക്സ്റ്റ്, അതായത് ക്ലോറോഫോം, ഐസോമൈൽ ആൽക്കഹോൾ ആഡ് ചെയ്തിട്ട് ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അനദർ സെൻട്രിഫ്യൂഗേഷൻ ചെയ്യുന്നു. വീണ്ടും നമ്മൾ സൂപ്പർനേറ്റന്റ് കളക്ട് ചെയ്യുന്നു. ദെൻ അഗെയിൻ ഫീനോൾ, ക്ലോറോഫോം, ഐസോമൈൽ ആൽക്കഹോൾ ആഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ നെക്സ്റ്റ് സ്റ്റേജിൽ സെൻട്രിഫ്യൂജ് ചെയ്യുക. സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് വീണ്ടും അതിന്റെ സൂപ്പർനേറ്റന്റ് എടുക്കുക. ആ സൂപ്പർനേറ്റന്റിനകത്തേക്ക് നമ്മൾ 100% ഐസ് കോൾഡ് ഐസോപ്രൊപ്പനോൾ ആഡ് ചെയ്ത് കൊടുക്കുക. അതാണ് നമ്മുടെ പ്രസിപ്പിറ്റേഷൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് നമ്മൾ ഒരു ലീഫ് ഗ്രൈൻഡ് ചെയ്ത് സീറ്റ ബഫറിൽ അതിനെ ഹോമോജനൈസ് ചെയ്തു. അതിനെ 65 ഡിഗ്രി സെൽഷ്യസിൽ ഇൻക്യുബേറ്റ് ചെയ്തു. അതിനെ പ്രസിപ്പിറ്റേറ്റ് ഫസ്റ്റ് നമ്മൾ അതിനെ ബാക്കി സെൽ ഡെബ്രിസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു. അപ്പം ഈ ഓരോ സ്റ്റെപ്പിലും നമ്മൾ അതിന്റെ സൂപ്പർനേറ്റന്റ് മാത്രമായിരിക്കും കളക്ട് ചെയ്യുന്നത്. ഈ സൂപ്പർനേറ്റന്റ് കളക്ട് ചെയ്യുന്നതിന് എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ സ്റ്റെപ്പിന് മുമ്പ് നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്നു. അത് 15 മിനിറ്റ്സ് 4 ഡിഗ്രി സെൽഷ്യസ് 12,000 RPM-ലായിരിക്കും നമ്മൾ സെൻട്രിഫ്യൂജ് ചെയ്യുന്നത്. ഈ സെൻട്രിഫ്യൂഗേഷൻ സ്റ്റെപ്പ്, നമ്മൾ യൂസ് ചെയ്യുന്ന ബഫർ, യൂസ് ചെയ്യുന്ന കമ്പോണൻസ്, ഇതൊക്കെ ഓരോ ക്രോപ്പിനും സ്പെസിഫിക് ആയിരിക്കും. അപ്പൊ നമ്മൾ സ്പെസിഫിക്കലി അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യണം. പക്ഷെ ബേസിക് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, അതായത് ബേസിക് സെപ്പറേഷൻ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹോമോജനൈസേഷൻ, ഫേസ് സെപ്പറേഷൻ ആൻഡ് ഫൈനലി ഒരു വാഷിംഗ് സ്റ്റേജ് ഉണ്ട്. അതാണ് 4 ബേസിക് സ്റ്റെപ്സ്, DNA എക്സ്ട്രാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള 4 ബേസിക് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഓരോ ഫേസ് സെപ്പറേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് എപ്പോഴും സൂപ്പർനേറ്റന്റ് ആയിരിക്കും. ഈ സൂപ്പർനേറ്റന്റ് കളക്ട് ചെയ്തതിന് ശേഷം ഓരോ സ്റ്റെപ്പിലെ, അതായത് ക്ലോറോഫോം, ഐസോമൈൽ ആൽക്കഹോൾ ആണെങ്കിൽ ഈ ക്ലോറോഫോം, ഐസോമൈൽ ആൽക്കഹോൾ ഒഴിച്ച് സെൻട്രിഫ്യൂജ് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ വീണ്ടും ക്ലോറോഫോം, ഐസോമൈൽ ആൽക്കഹോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഫീനോൾ, ക്ലോറോഫോം, ഐസോമൈൽ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് സെൻട്രിഫ്യൂജ് ചെയ്യുക. അങ്ങനെ ഫൈനലി 2 തവണ നമ്മൾ ഫേസ് സെപ്പറേറ്റ് ചെയ്തെടുക്കുമ്പോൾ അൾട്ടിമേറ്റ്ലി പ്യുവർ ആയിട്ടുള്ളൊരു സൂപ്പർനേറ്റന്റ് നമുക്ക് കിട്ടും. ഈ സൂപ്പർനേറ്റന്റിലേക്ക് നമ്മൾ 100% ഐസ് കോൾഡ് ഐസോപ്രൊപ്പനോൾസ് ആഡ് ചെയ്യും. ഐസ് കോൾഡ് ഐസോപ്രൊപ്പനോൾ ആഡ് ചെയ്തതിന് ശേഷം 1 hour -20 ഇൻക്യുബേറ്റ് ചെയ്യും. ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ നമ്മളുടെ DNA പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇൻക്യുബേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ 12,000 RPM-ൽ 4 ഡിഗ്രി സെൽഷ്യസ് 15 മിനിറ്റ്സിൽ സെൻട്രിഫ്യൂജ് ചെയ്യുമ്പോൾ ഇതുപോലെ നമുക്ക് വൈറ്റ് ക്ലിയർ ആയിട്ടുള്ള ഒരു DNA പെല്ലറ്റ് നമുക്ക് കിട്ടും. ഇനി ഈ പെല്ലറ്റിനെ ഫൈനൽ സ്റ്റേജ്, അതായത് 70% ആൽക്കഹോളിൽ നമ്മൾ ഒന്നുകൂടി വാഷ് ചെയ്യുന്നു, ഫൈനൽ സ്റ്റേജ്. അതിനുശേഷം വീണ്ടും സെൻട്രിഫ്യൂജ് ചെയ്തിട്ട് സെൻട്രിഫ്യൂഗേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ 20 to 30 ml വാട്ടറിൽ ഇത് ഡിസോൾവ് ചെയ്തിട്ട് നമുക്ക് -20 സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇനി
Then problems encountered during DNA isolation. മെയിൻ പ്രോബ്ലംസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പറഞ്ഞു, പോളിസാക്കറൈഡ്സ്, അതുപോലെ കോ ഐസൊലേഷൻ ഓഫ് highly viscous polysaccharides, then co-isolation of soluble organic acid, polyphenols, then latex and other secondary compounds, then ഒരു കോമൺ പ്രോട്ടോകോൾ ഒപ്റ്റിമലി, അതായത് ഓരോ പ്ലാന്റ്സിനും നമ്മൾ പറഞ്ഞു, ഓൾറെഡി പറഞ്ഞു, ഓരോ പ്ലാന്റ്സിനും സ്പെസിഫിക് ആയിരിക്കും അതിന്റെ പ്രോട്ടോകോൾസ്. അപ്പോൾ സപ്പോസ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിന് വരെ പ്രോട്ടോകോൾസ് വേരി ചെയ്യും. സോ നമ്മൾ ഇനിഷ്യലി അത് സ്റ്റാൻഡർഡൈസ് ചെയ്യണം. നമ്മൾ DNA ഐസൊലേറ്റ് ചെയ്തു, അതായത് ഇതുപോലെ നമുക്ക് ഒരു DNA കിട്ടി, അതിന്റെ ക്വാളിറ്റി ഇനി എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. അതായത് മെയിൻലി ക്വാളിറ്റി അനാലിസിസ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ക്വാളിറ്റി നമുക്ക് ചെക്ക് ചെയ്യാം, അതുപോലെ തന്നെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യാം. അതായത് ക്വാളിറ്റി ചെക്ക് എന്ന് പറയുന്നത് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസും, ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നാനോ ഡ്രോപ്പ് UV സ്പെക്ട്രോഫോട്ടോമീറ്ററും യൂസ് ചെയ്തിട്ടായിരിക്കും. അതായത് പ്യുവർ ക്ലിയർ ബാൻഡ്സ് ഒരു DNA ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒരു സ്കാറ്ററിംഗ് ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ടുള്ള ഒരു ബാൻഡ് കിട്ടും. അതായത് ഈ അഗാരോസ് ജെല്ലിൽ സെപ്പറേറ്റ് ചെയ്ത ബാൻഡ്സ് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇമേജ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഒരു ക്ലിയർ ബാൻഡ് ആണെങ്കിൽ അത് ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റിയുള്ള ബാൻഡ്സ് എന്ന് പറയും. ഇതുപോലെ ഡിഫ്യൂസ്ഡ് ബാൻഡ്സ് ആണെങ്കിൽ എന്തെങ്കിലും പ്രോട്ടീൻ അല്ലെങ്കിൽ കണ്ടാമിനേഷൻസ് ഉള്ളതാണെങ്കിൽ നമുക്ക് ജെല്ലിൽ ഇങ്ങനെയായിരിക്കും ഇമേജസ് കിട്ടുക. നല്ല ബാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സിംഗിൾ ലൈൻ ബാൻഡ്സ് ആംപ്ലിഫിക്കേഷൻ നമുക്ക് കിട്ടും. അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്, അതായത് നമ്മൾ തെർമൽ സൈക്ലിംഗ് അല്ലെങ്കിൽ DNA ഐസൊലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ DNA ഒബ്സർവ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ്. അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന് പറഞ്ഞാൽ അപ്പാരറ്റസിന് ഒരു വോൾട്ടേജ് യൂണിറ്റ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ എക്സാക്ട് ഇലക്ട്രോഫോറസ്റ്റിക് അപ്പാരറ്റസ്. ഇതിൽ നമുക്ക് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ പറ്റും. ദെൻ DNA നമ്മൾ ഇതുപോലെ പെൽസ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൽ നമ്മൾ ലോഡ് ചെയ്യുന്നു. ലോഡ് ചെയ്യുമ്പോൾ DNAയുടെ ഫ്രാഗ്മെന്റിന്റെ സൈസ് അനുസരിച്ച്, അതായത് DNA എനിക്കറിയാം നെഗറ്റീവ് ചാർജ് ഉള്ള എലമെന്റ് ആണ്. അപ്പോൾ ഈ നെഗറ്റീവ് സൈഡിൽ നിന്ന് പോസിറ്റീവ് സൈഡിലേക്ക് DNA മൂവ് ചെയ്ത് തുടങ്ങും. അതായത് ഒരു സ്പെസിഫിക് വോൾട്ടേജ് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെ ഇതിന്റെ ബേസ് പാരിന്റെ ഡിഫറൻസ് അനുസരിച്ച് ഇത് സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഈ സെപ്പറേറ്റ് ചെയ്ത ജെല്ലാണ് നമ്മൾ ജെൽ ഡോക്യുമെന്റേഷൻ സിസ്റ്റത്തിൽ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഇമേജ് കാണാം. അതായത് ഇതിപ്പോ ഒരു സ്പെസിഫിക് മാർക്കർ നമ്മൾ യൂസ് ചെയ്തേക്കുന്നതാണ്. ഓരോ DNA ബാൻഡ്സ്, പല സൈസിലുള്ള ബാൻഡ്സ് നമ്മൾ ഒരു ജെൽ ഡോക്യുമെന്റേഷൻ സിസ്റ്റത്തിൽ ഒബ്സർവ് ചെയ്യുക, അല്ലെങ്കിൽ UV ട്രാൻസിലോമീറ്ററിൽ നമ്മൾക്ക് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇമേജ് ആണ്. ആണ് നമ്മളുടെ ജെൽ ഡോക്യുമെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതുപോലെ ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമുക്ക് ഇതുപോലെ ബാൻഡ്സ് ഒബ്സർവ് ചെയ്യാം. അങ്ങനൊരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതെന്ന് പറഞ്ഞാൽ മാർക്കർ എന്ന് പറയും. അതായത് ഫസ്റ്റ് നമ്മൾ ലോഡ് ചെയ്യുന്ന എലമെന്റ് കമ്പോണന്റ് ആണ് മാർക്കർ. അതിന്റെ ബേസ് പെയർ സീക്വൻസ് നമുക്ക് പ്രീവിയസ്ലി അറിയാവുന്ന ഒരു ബേസ് പെയർ സീക്വൻസ് ഉള്ള ഒരു മാർക്കർ നമ്മൾ ഫസ്റ്റ് വലിയ ലോഡ് ചെയ്യും. ദെൻ നെക്സ്റ്റ് അതിനെ വെച്ചിട്ടാണ് നമ്മൾ ഫസ്റ്റ് നമ്മളുടെ DNAയുടെ ബാൻഡ് സൈസ് കമ്പയർ ചെയ്യുന്നത്. അതായത് മാർക്കറിന്റെ സൈസ് വെച്ചിട്ട് നമ്മൾ കിട്ടിയ DNAയുടെ സ്ട്രാൻഡ്സിന്റെ സൈസ് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കും. ഇനി DNA വിഷ്വലൈസ് ചെയ്യുന്നത് 0.8% അഗാരോസ് ജെൽ ഇലക്ട്രോഫോറസിസിലാണ്. ഇനി PCR പ്രൊഡക്റ്റ് ആണെങ്കിൽ 2% നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഇനി നമുക്ക് ഡയറക്ട്ലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല DNA. സോ നമ്മൾ അഗാരോസ് ജെല്ലിൽ, അതല്ലെങ്കിൽ അഗാരോസിന്റെ ജെല്ല് കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എഥിഡിയം ബ്രോമൈഡ് ആഡ് ചെയ്ത് കൊടുക്കും. ഇപ്പൊ ഈ എഥിഡിയം ബ്രോമൈഡ് ഫ്ലൂറസെന്റ് ആണ്. അപ്പം UV ലൈറ്റിൽ ഈ എഥിഡിയം ബ്രോമൈഡ് പോയി നമ്മളുടെ DNAയിൽ ഇന്റർകലേറ്റ് ചെയ്യും. ആ ഇന്റർകലേറ്റ് ചെയ്തതിന് അതുകൊണ്ട് നമുക്ക് UV ലൈറ്റിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ എഥിഡിയം ബ്രോമൈഡ് ഫ്ലൂറസ് ചെയ്യും. അതാണ് നമ്മൾ ശരിക്കും ഈ അഗാരോസ് ജെൽ അല്ലെങ്കിൽ ജെൽ ഡോക്യുമെന്റേഷൻ സിസ്റ്റത്തിൽ നമ്മൾ DNA ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ എഥിഡിയം ബ്രോമൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ആയിരിക്കും.
ദെൻ ക്വാണ്ടിഫിക്കേഷൻ. അപ്പോൾ ഇത് ക്വാളിറ്റി ചെക്കാണ് ശരിക്കും. പ്യുവർ ആയിട്ടുള്ള DNA ആണോ നമുക്ക് കിട്ടിയത് എന്ന് വെച്ചാൽ വിഷ്വലൈസേഷൻ. നമുക്ക് ജസ്റ്റ് ക്വാളിറ്റി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ AG യൂസ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും പ്രോട്ടീൻ അല്ലെങ്കിൽ RNA കണ്ടാമിനേഷൻ ഉണ്ടോ എന്ന് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ AG നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ദ ക്വാണ്ടിഫിക്കേഷൻ. ക്വാണ്ടിഫിക്കേഷൻ മെയിൻലി നമ്മൾ പറയുന്നത് എന്തുമാത്രം ക്വാണ്ടിറ്റി, അതായത് എത്ര നാനോഗ്രാം DNA നമുക്ക് കിട്ടി അല്ലെങ്കിൽ പ്യുവർ ആയിട്ട് എത്ര കിട്ടി എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ സ്പെക്ട്രോഫോട്ടോമീറ്റർ നമ്മൾക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, അതായത് നമ്മൾ OD ആണ് മെഷർ ചെയ്യുന്നത് 260 and 280 നാനോമീറ്ററിലായിരിക്കും. അപ്പോൾ DNA സ്പെസിഫിക് OD നമുക്ക് കിട്ടേണ്ടത് പ്യുവർ ആയിട്ടുള്ള DNA ആണെന്നുണ്ടെങ്കിൽ ഈ റേഷ്യോ നമുക്ക് കിട്ടേണ്ടത് 1.7 to 1.9 ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ സ്പെക്ട്രോഫോട്ടോമീറ്റർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ്. ഇതിന്റെ ഈ ഒരു സ്പെസിഫിക് പോയിന്റിലായിരിക്കും നമ്മൾ വെറും 1 മ്യൂവൽ DNA, അതായത് 1 മ്യൂവൽ DNA സാമ്പിൾസ് ആയിരിക്കും ഇവിടെ ലോഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഈ 280 അല്ലെങ്കിൽ ഇതുപോലെ ഒരു വിഷ്വൽ ഇന്റർഫേസ് ഉണ്ട് ആ ഒരു സോഫ്റ്റ്വെയറിന്. ആ സോഫ്റ്റ്വെയറിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾക്ക് കിട്ടിയ DNA ഒരു സ്പെസിഫിക് അതായത് സ്പെസിഫിക് ഗ്രാഫ്, അതായത് 260 റേഷ്യോ, അതായത് അബ്സോർബൻസ് 260 എത്രയാണ്, അതുപോലെ തന്നെ 280 എത്രയാണ്, ഇനി 260/280 റേഷ്യോ, അതുപോലെ തന്നെ 260/230 റേഷ്യോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ DNA കോൺസെൻട്രേഷൻ ഈ 945.9 നാനോഗ്രാം പെർ മ്യൂവൽ. അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ലോഡ് ചെയ്തിട്ട് റീഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ കോൺസെൻട്രേഷൻ കിട്ടും. എത്ര നാനോഗ്രാം ആണ് നമ്മളുടെ കയ്യിലുള്ള DNA, അതുപോലെ തന്നെ 260 റേഷ്യോ എത്രയാണ്, 280 റേഷ്യോ എത്രയാണ്, ദെൻ 260/280 റേഷ്യോ. അപ്പോൾ ഈ 260/280 and 260/230 റേഷ്യോ ആയിരിക്കും നമ്മളെപ്പോഴും ഇതിന്റെ ക്വാണ്ടിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ക്വാളിറ്റി നോക്കാൻ വേണ്ടി നോക്കുന്നത്. ക്വാണ്ടിറ്റി നമുക്ക് എത്ര നാനോഗ്രാം ആണെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ പ്യൂരിറ്റി അറിയാൻ വേണ്ടി ഈ ഒരു റേഷ്യോ നമുക്ക് റെഫർ ചെയ്യാം. അതായത് 1.8 to 2 റേഞ്ചിലാണെങ്കിൽ പ്യുവർ DNA ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സപ്പോസ് സാമ്പിൾ A എന്ന് പറയുന്നത് 260 റേഷ്യോ 0.073, then റേഷ്യോ കമ്മിങ് ടു 1.7. A 260/280 എന്ന് പറയുന്നത് 1.7, then സാമ്പിൾ B ആണെങ്കിൽ 1.8, then 1825 ആണ് നാനോഗ്രാം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റി, ഇത്രയും നാനോഗ്രാം ഉള്ള DNA റേഷ്യോ നമുക്ക് കിട്ടിയത് 1.7 ആണ്. ഇൻ ബിറ്റ്വീൻ 1.7 to 2 ആയതുകൊണ്ട് ഒരു ഗുഡ് ക്വാളിറ്റി സാമ്പിൾ ആണ് നമുക്ക് പറയാൻ പറ്റും. So the basic pathway of analysis, first is the isolation, then visualization by gel electrophoresis, then spectrophotometry. Then spectrophotometry നമ്മൾ ക്വാണ്ടിറ്റി നോക്കുന്നു, ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ട് അഗാറോസ് ജെൽ ഇലക്ട്രോഫോറസിസ് യൂസ് ചെയ്യുന്നു. ദെൻ ഫൈനലി നമ്മൾ ഐസൊലേറ്റ് ചെയ്ത സാമ്പിളിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യാൻ വേണ്ടി സ്പെസിഫിക് മാർക്കർ അല്ലെങ്കിൽ നമുക്ക് SSR, SNP പോലെയുള്ള മാർക്കർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ PCR ചെയ്യുന്നു. ഇതാണ് ഒരു ബേസിക് അനാലിസിസ് പാത്വേ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ചോദിക്കുകയാണെങ്കിൽ ഈ ടാഗ് കോസ്റ്റ് എത്ര? കോസ്റ്റ് 4500 വരും. അതായത് ഒരു 1000 യൂണിറ്റ് ആണെങ്കിൽ 4000 ഒക്കെ വരും. കമ്പനി വൈസ് മാറും. അതായത് ജീനി, തെർമോ സയന്റിഫിക്, അങ്ങനെ പല കമ്പനീസ് ഉണ്ട്. അപ്പം ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ളത് തെർമോ സയന്റിഫിക് ആണ്. ജീനി ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ലോ കോസ്റ്റ്. പിന്നെ ടക്കാറ പോലെയുള്ള കമ്പനീസ് ആണെങ്കിൽ ലോ കോസ്റ്റ് ടാക്ക് നമുക്ക് കിട്ടും. PFU ഒക്കെ ആണെങ്കിൽ വീണ്ടും കോസ്റ്റ് കൂടും. പക്ഷെ നോർമൽ